എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. 2024 മാർച്ച് മാസം 1, 2, 3 ദിവസം കോട്ടയം കെപിഎസ് മേനൻ ഹാളിൽ വെച്ച് ഒരു ഉപവാസവും പ്രാർത്ഥനയും നടത്തപ്പെടും. ഒരു പ്രത്യേക ദൈവനിയോഗ പ്രകാരമാണ് ആ 5 സെക്ഷൻ മീറ്റിംഗ് നടക്കുക. വെള്ളിയാഴ്ച തുടങ്ങുന്ന മീറ്റിംഗ് ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കും. എല്ലാ സെക്ഷനിലും ഞാൻ തന്നെ ശുശ്രൂഷിക്കും. എന്നോട് കർത്താവ് പറഞ്ഞു, ഈ ഉപവാസം 1000ങ്ങൾക്ക് വിടുതലായിരിക്കും. സ്തോത്രം. എല്ലാ സെക്ഷനിലും രാവിലെയും വൈകിട്ടും, രാവിലെ 10 തൊട്ട് 2 വരെയും വൈകിട്ട് 6 തൊട്ട് 9 വരെ. ആമീൻ. വെള്ളി, ശനി, ഞായർ നമുക്ക് ഒന്നിച്ചു കൂടാം. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടോ? നിങ്ങൾ കടന്നു വരണം. സ്തോത്രം. അവിടെ പാർത്ത് സ്തോത്രം ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾക്ക് കോട്ടയം ടൗൺ ആണ്, താമസിക്കാൻ ധാരാളം ഫെസിലിറ്റികളുണ്ട്. നിങ്ങൾക്ക് താമസിക്കാം. അവിടെ വന്ന് പ്രാർത്ഥനയെ കൂടാം. 3 ദിവസം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഞങ്ങളെല്ലാം ഉപവസിക്കാൻ പോവാം. 3 ദിവസം ഭയങ്കര കാര്യങ്ങൾ ദൈവം ചെയ്യും. ഒന്നിച്ച് കാണാം, ഒന്നിച്ചു കൂടാം. ഗോഡ് ബ്ലസ് യു. എന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. ഈ ഫെബ്രുവരി മാസം 29-ാം തീയതി 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥന മൂവാറ്റുപുഴയിൽ വെള്ളൂർ കുന്നത്തുള്ള ജീസസ് വോയിസിന്റെ പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ നോൺ സ്റ്റോപ്പ് പ്രയർ. ഞാൻ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ അവിടെ വരികയാണ്. എന്നോടുകൂടെ പാസ്റ്റർ ജോൺസൺ കുണ്ട്ര, മറ്റനുഗ്രഹീതരായ ദൈവദാസന്മാർ വചനം പറയുന്നു. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് വരെ ജീവിതത്തിൽ 12 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് ഒന്നിച്ചൊന്ന് കൂടാം. 12 മണിക്കൂർ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതരെ വിളിക്കണം, ആ പ്രയറിൽ വരണം. വലിയ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ ഹാർവെസ്റ്റ് ടിവിയിലൂടെ ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ചേർന്ന് ഒന്നിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് ഒരുക്കുന്ന നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഇന്നത്തെ ആത്മീക ശുശ്രൂഷ നമ്മൾക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ആരാധനയിലേക്ക് നമുക്ക് ഒന്നിച്ച് പ്രവേശിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് വിവിധ ഇടങ്ങളിലുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഹാർവെസ്റ്റ് ടിവിയിലൂടെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ, ഞങ്ങളുടെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ, ഞങ്ങളുടെ കാലുകളെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു പ്രാവശ്യം കൂടെ ആത്മനിറവോടെ ആരാധിപ്പാൻ ജീവിതത്തിൽ തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങളെയും നന്മകളെയും വർണ്ണിച്ചുകൊണ്ട് കർത്താവിന് ഒരു ആരാധനയോടെ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, ആലയത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. അഭിഷക്തന്മാരെ, അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല ദൈവമക്കൾക്കായി, കുടുംബങ്ങൾക്കായി സ്തോത്രം. ഓൺലൈനിലൂടെ വിവിധ മാധ്യമങ്ങളിലൂടെ ഈ ഹാർവെസ്റ്റ് ടിവിയിലൂടെ ഞങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്നവരെ ദൈവം സന്ദർശിക്കണമേ. വിദൂരെ ആയിരിക്കുന്നത് ഇടപെടണമേ. ഈ ശബ്ദം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അനേക ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽപ്പാൻ ഇടയാക്കണം. രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ പൂർവാധികം മടങ്ങി വരുവാൻ, വചനത്തിൽ ജനം ഉറയ്ക്കുവാൻ, അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ, ദൈവകൃപ പങ്കുവെക്കുവാൻ ഈ ആരാധന മുഖാന്തരം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങളെല്ലാവരും ഇടയാക്കണം. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും തൃക്കൽ സമർപ്പിക്കുന്നു. അഭിഷക്തനെ വചന ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കണമേ. എല്ലാ മഹത്വവും ഞങ്ങൾ തിരുമേനിക്ക് അർപ്പിക്കുന്നു. കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഒന്നിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നതിനായി ദൈവത്തെ സ്തുതിക്കും. തുടർന്ന് കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കൊയർ നമ്മോടൊപ്പം ഉണ്ട്. അവരോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അതിശയകരമായി ദൈവം നമ്മളെ നടത്തി. വേണ്ട നന്മകളെല്ലാം തന്നു. അനേക പ്രതിസന്ധികളിലായിരിക്കുമ്പോൾ, രോഗികളായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഭവനത്തിൽ ദുഃഖത്തിലായിരിക്കുമ്പോൾ സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഒരു ദിവസം കൂടി ദാനമായി തന്ന കർത്താവിനെ നന്ദിയോടൊന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, ദൈവദാസന്മാർ, ഓൺലൈനിലൂടെയും ഹാർവസ്റ്റ് ടി വിയിലൂടെയും വിവിധ മാധ്യമങ്ങളിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എവിടെയായിരുന്നാലും ഇതുപോലെക്കാലം ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല. ഹല്ലേലൂയ. വീട്ടിലായിരുന്നാലും ഇതുപോലെക്കാലം ടി വിയിലൂടെ നിങ്ങൾ കാണുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിപ്പാനിടയായി തീരണം. കാരണം അവൻ നല്ലവനാണ്, അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവാ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒരു പ്രാവശ്യം കൊണ്ട് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മേൻ. വചനം പറയുന്നു, എന്നെ പിരിഞ്ഞു നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യേശു പറഞ്ഞതാണ്. ഹല്ലേലൂയ. കർത്താവിനെ പിരിഞ്ഞിട്ട് നാം ചെയ്യുന്നതെല്ലാം ജീവിതത്തിൽ പരാജയമാകുമ്പോൾ ദൈവത്തെ വെച്ച് ദൈവ സാന്നിധ്യത്തിൽ ചെയ്യുന്ന സകല കാര്യങ്ങളിലും ദൈവം കൂടെ ഇരുന്ന് വിജയം നൽകുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനെ പിരിഞ്ഞ് നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരിക്കൽ ശിഷ്യന്മാരോട് ഹല്ലേലൂയ യേശു ചോദിച്ചു, ഹല്ലേലൂയ, നിങ്ങൾക്കും എന്നെ പിരിഞ്ഞു പോകാം, പക്ഷേ ശിഷ്യന്മാർ പറഞ്ഞത്, നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോയി വസിക്കും? കർത്താവിനെ വിട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. യേശു ഉള്ള പടക് ഹല്ലേലൂയ അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. കർത്താവിനെ ചേർന്ന് കർത്താവിനോട് കൂട്ടുപിടിച്ച് ചെയ്യുന്ന സകല കാര്യങ്ങളും വിജയമാക്കി തീർക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നവർ ഹല്ലേലൂയ ഒരു പ്രാവശ്യം കൂടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പാട്ടുകാരന് പ്രകാരം പറയും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലാതെ ഇല്ല ഞങ്ങൾക്ക് ഭൂവിൽ ആരും ആശ്രയിപ്പാൻ. ഈ നല്ല ഗാനം നമുക്കൊന്നിച്ചു പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്. കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടിച്ച് ഏകാഗ്രതയോടെ നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശ് പാടിയാടേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റും. നന്ദിയോടെ പാടിയ, അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.
നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ. നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി പറഞ്ഞാടേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, ജനകാനുടെ വലം അമർന്നു നീ ഞങ്ങൾക്കായി, ജനകാനുടെ വലം അമർന്നു നീ ഞങ്ങൾക്കായി. ദീനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, ദീനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന നീയൽ നന്ദിയോടെ സ്നേഹത്തിൽ നിന്ന് ഹല്ലേലൂയ. ഓ നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ യേശുവേ. ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോ, അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോ. ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തെ, നീയല്ലാതെ നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ, ഒരു പ്രാവശ്യം കൊണ്ട് നീയല്ലോ, ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാ യേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ. ഓ ചേർന്ന് പറഞ്ഞാട്ടെ. ഓ നന്ദി കർത്താവേ. അതിരങ്ങൾ തുറന്ന് ചില നിമിഷങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ കർത്താവേ. ഹല്ലേലൂയ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. എത്ര പേർ പറയും ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. നന്ദിയോടെ ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. നന്ദിയോടൊന്ന് പറഞ്ഞാട്ടെ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ
യോഗ്യത നിൻ മുൻപിൽ. അതുകൊണ്ട് പറഞ്ഞാട്ടെ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ. നന്ദി യേശുവേ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ. യോഗ്യത. ഇത്രത്തോളം എൻ്റെ ഭാവിയെ, ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. നന്ദിയോടെ ഓർത്തുകൊണ്ട് പറഞ്ഞാട്ടെ, ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ. യെസ് ലോർഡ്. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. നന്ദിയോടെ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ. യോഗ്യത. നന്ദി യേശുവേ. ഹല്ലേലൂയ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ. ഹല്ലേലൂയ. സകല നന്മയ്ക്കും കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 55:17 ഇപ്രകാരം പറയുന്നു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും, ഞാൻ കരയും. ഹല്ലേലൂയ. ദാവീദ് എഴുതിയൊരു സങ്കീർത്തനമാണിത്. ഹല്ലേലൂയ. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുറപ്പാണ് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എൻ്റെ വിശ്വാസം, എൻ്റെ പ്രത്യാശയത, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ഒരുപക്ഷെ ഒരു നേരം മാത്രമായിരിക്കാം സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ പ്രാർത്ഥനയുടെ അളവ് അവൻ കൂട്ടുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ കാലത്ത്, ഉച്ചയ്ക്ക്, വൈകിട്ട് ഇതുപോലെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ അളവൊന്ന് കൂട്ടണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അത് ഹല്ലേലൂയ ഒന്നുകൂടെ കൂട്ടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സ്വർഗത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി വിശ്വാസത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. എൻ്റെ സങ്കടം കാണുന്ന ഒരു ദൈവമുണ്ട്. ആരും കണ്ടില്ലേലും, നിന്റെ സങ്കടം കണ്ടില്ലേലും, കരച്ചിൽ കണ്ടില്ലേലും ദൈവം നിന്റെ സങ്കടം കാണുന്നുണ്ട്, വിഷമം കാണുന്നുണ്ട്. അതുകൊണ്ട് പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, ഞാൻ ദൈവത്തെ ആരാധിക്കും, ഞാൻ ദൈവത്തെ സ്തുതിക്കും, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഏതു നേരത്തും എനിക്ക് കിട്ടുന്ന സകല അവസരങ്ങളിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ ദൈവഭക്തൻ. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻ്റെ മേലിരിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് പാടി കരങ്ങളെ ചേർത്തടിച്ച് സന്തോഷത്തോടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് സന്തോഷത്തോടെ. ഹല്ലേലൂയ.
ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓ പിതാവിന് ആരാധന പാടിയാട്ടെ ആരാധന 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 സ്തുതി ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു തുണയായോനെ അങ്ങേ ആരാധിക്കുന്നു ഓ പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു തുണയായോനെ അങ്ങേ ആരാധിക്കുന്നു പരമപിതാവേ ആരാധിക്കുന്നു വഴികാട്ടിയേ ആരെയാണ് നമ്മൾ ആരാധിക്കുന്നത് പരമപിതാവേ ആരാധിക്കുന്നു വഴികാട്ടിയേ അങ്ങേ അതുകൊണ്ട് ആരാധന 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 സ്തുതി ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓ പിതാവിന് ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓ പിതാവിന് ആരാധന ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു ജീവജലമേ അങ്ങേ പാടിയാട്ടെ ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു ജീവജലമേ അങ്ങേ ആരാധിക്കുന്നു ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു മിശിഹായേ അങ്ങേ ഹല്ലേലൂയ ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു മിശിഹായേ അങ്ങേ ആരാധിക്കുന്നു ഓ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും ഓ പ്രദോഷത്തിലും ഓ പിതാവിന് ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു തുണയായോനെ അങ്ങേ ആരാധിക്കുന്നു ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു തുണയായോനെ അങ്ങേ പരമപിതാവേ ആരാധിക്കുന്നു വഴികാട്ടിയെ സന്തോഷത്തോടെ ഹല്ലേലൂയ പരമപിതാവേ ആരാധിക്കുന്നു വഴികാട്ടിയെ അങ്ങേ ആരാധിക്കുന്നു ഓ ആരാധന ആരാധന സ്തുതി ആരാധന സന്തോഷത്തോടെ ഹല്ലേലൂയ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓ പിതാവിന് ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന യേശുരാജാവേ അങ്ങേ ആരാധിക്കുന്നു നല്ലിടയനെ അങ്ങേ ആരാധിക്കുന്നു യേശുരാജാവേ അങ്ങേ ആരാധിക്കുന്നു നല്ലിടയനെ അങ്ങേ ആരാധിക്കുന്നു പ്രാണപ്രിയനെ അങ്ങേ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങേ പ്രാണപ്രിയനെ അങ്ങേ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങേ ആരാധന യേശുവിന് ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും ഓ പ്രദോഷത്തിലും പിതാവിന് ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന 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 സ്തുതി ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ദാവീദ് ഗോത്രത്തിൻ സിംഹമയോനെ ദാവീദിൽ താക്കോൽ കയ്യിലുള്ളവനെ ദാവീദ് ഗോത്രത്തിൻ സിംഹമയോനെ
വിശ്വാസത്തോടെ പാടിയാടെ ഹല്ലേലൂയ. നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത് തുറക്കുവതാര്. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച്, 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനെ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച്, 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനെ. എഴുന്നള്ളി വന്നോനെ, എഴുന്നള്ളി വന്നോനെ. ദൂതസഞ്ചയത്തിൻ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനെ. ദൂതസഞ്ചയത്തിൻ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനെ. മടങ്ങിടുമേ സർവമുഴങ്കാലുകളും എല്ലാ നാവും മടങ്ങിടുമേ സർവമുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നെ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച്, 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനെ. എഴുന്നള്ളി വന്നോനെ. ഓ മുൾമുടി ചൂടിയ ശിരസിന്മേലന്നാൾ പൊന്മുടി ചൂടിതാൻ എഴുന്നള്ളി പാടിയാട് ഹല്ലേലൂയ. മുൾമുടി ചൂടിയ ശിരസിന്മേലന്നാൾ പൊന്മുടി ചൂടിതാൻ എഴുന്നള്ളി വരുമേ. ഭാഷകൾക്കും അധികാരങ്ങൾക്കുമങ്ങ് മാറ്റം ഭവിച്ചിടും താതൻ. യെസ് ലോർഡ്. ഭാഷകൾക്കും അധികാരങ്ങൾക്കുമങ്ങ് ഭവിച്ചിടും താതന്റെ വരവിൽ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച്, 7 പൊന്നില വിളക്കുകൾ അതിന്. ഓ നല്ല യേശുവിനെ, ദൈവപുത്രനെ നന്ദിയോടെ ഓ അന്നോനെ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച്, 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനെ. എഴുന്നള്ളി വന്നോനെ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനെ. ദാവീദിൻ താക്കോൽ പാടിയാട്ടെ വിശ്വാസത്തോടെ ഹല്ലേലൂയ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനെ. ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ. നീ തുറന്നാലതു അടയ്ക്കൂ. ആരാണ്? നീ അടച്ചാലതു തുറക്കുവതാ. ഹല്ലേലൂയ. നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത് തുറക്കുവതാര്. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, അത് കണ്ടൊന്ന് പാടിയാട്ടെ സന്തോഷത്തോടെ. 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനെ. എഴുന്നള്ളി വന്നോനെ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച്, 7 പൊന്നില വിളക്കുകൾ അതിൻ നടു. ആ ദൈവപുത്രനെ നന്ദിയോടെ അതരങ്ങൾ തുറന്നൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഓ അവൻ തുറന്നാൽ അത് അടയ്ക്കുന്നത് ആര്? അവൻ അടച്ചാൽ അത് തുറക്കുന്നത് ആര്? ഒരു പിശാചിനും ഒരു മനുഷ്യ ശക്തിക്കും അത് അടയ്ക്കുവാൻ പറ്റത്തില്ല. ഓ സർവശക്തനാണ് നിനക്കൊരു വാതിൽ തുറന്നതെങ്കിൽ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. വിശ്വാസത്തോടെ ദൈവത്തെ നോക്കി ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ആത്മാവിൽ ഒന്ന് ആരാധിച്ചാട്ടെ. ആത്മാവിൽ ഹല്ലേലൂയ. എന്റെ വഴി ദൈവം തുറന്നിരിക്കുകയായി സ്തോത്രം. ഓ ഹല്ലേലൂയ. പിശാച് അടച്ച വഴികളെല്ലാം യേശുവിന്റെ നാമത്തിൽ എനിക്ക് വേണ്ടി കർത്താവ് തുറന്നിരിക്കുകയാൽ, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. നിത്യമായ വാതിലാണ്, അത് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഓ നന്ദിയോടെ യേശുവിന് ആരാധന. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്പസമയം എല്ലാം മറന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ആരാധനകൾ വിടുതലുണ്ട്. ഇതുപോലെ മടുക്കാതെ ദൈവത്തെ ആരാധിച്ചാട്ടെ. മടുക്കാതെ ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അതരങ്ങൾ തുറന്ന് യേശുവിന് ആരാധന. ഹല്ലേലൂയ. ഇതുപോലെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തു വന്നാലും ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ മാറത്തില്ല, ഈ ആരാധിക്കുന്നതിൽ ഞങ്ങൾ മാറത്തില്ല. അങ്ങേ മാത്രം നോക്കുന്നു, അങ്ങിൽ മാത്രം ചാരുന്നു കർത്താവേ. സ്വന്തമായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു കർത്താവേ.
നന്ദി കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കഴിക്കുന്ന വൃഥാവല്ല ഓരോ ദിവസങ്ങളും. ഇതുപോലെ ഇവിടെ ചൂടത്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മാനുഷികമായി പലരും പറയുമായിരിക്കും, നീ എന്തിനാ വന്നിങ്ങനെ ആരാധിക്കുന്നത്, എത്ര ദിവസം കൊണ്ട് ആരാധിക്കുന്നു, എത്ര മാസം കൊണ്ട് ആരാധിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതുപോലെ വിശ്വാസത്തോടെ പറയണം, എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നാളെ ഞാൻ അത്ഭുതം കണ്ടേ മടങ്ങത്തുള്ളൂ. ആമേൻ. ഏലിയാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമുക്കറിയാം. ആമേൻ. എത്ര പ്രാവശ്യം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നറിയോ? അവൻ ഒന്ന് പ്രാർത്ഥിച്ചു, തൻ്റെ ബാല്യക്കാരനെ പറഞ്ഞു വിട്ടു, എല്ലാം നടക്കുന്നുണ്ടോ എന്ന് നോക്കി. അവനോട് ചോദിച്ചു, വല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? ബാല്യക്കാരൻ പറഞ്ഞു, ഒന്നുമില്ല, ഒന്നും സംഭവിക്കത്തില്ല. നെഗറ്റീവാണ് പറയുന്നത്. 6 പ്രാവശ്യം പ്രാർത്ഥിച്ചെന്നാണ് പറഞ്ഞത്. എത്ര ദിവസം പ്രാർത്ഥിച്ചെന്നറിയത്തില്ല, എത്ര മാസം പ്രാർത്ഥിച്ചെന്നറിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ, അവനൊന്നും കണ്ടില്ല 6 ദിവസം. ഹല്ലേലൂയ. 7-ാം ദിവസം വിട്ടുകൊടുത്തില്ല, പിന്നെയും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ബാല്യക്കാരനോട് പറഞ്ഞു, നീ പോയി വെളിയിൽ പോയി നോക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. കൈപ്പത്തി പോലൊരു മേഘം പൊങ്ങുവാനായിട്ടിടയായിത്തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയും ആരാധനയും ഒരിക്കലും മടുക്കരുത് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന അടുത്ത ദിവസങ്ങൾ നീ അത്ഭുതം കാണുക തന്നെ ചെയ്യും. ഈ ചൂടത്തിരിക്കുന്നത് വെറുതെ അല്ല, ദൈവസന്നിധിയിലായിരിക്കുന്നത് വൃഥാവല്ല. ഹല്ലേലൂയ. ലോകപരമായി പല സന്തോഷങ്ങളുണ്ട്, മദ്യവും മയക്കുമരുന്നും എല്ലാം. ഹല്ലേലൂയ. ലോകത്ത് പലരും പല രീതിയിൽ ഉപയോഗിച്ച് അവർ സന്തോഷം കാണുമ്പോൾ ഇതുപോലെ നമ്മുടെ ഉന്മാദവും എല്ലാം കർത്താവാണ്, പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒന്ന് പറഞ്ഞാട്ടെ, നിങ്ങളുടെ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി എന്ന് പറയാം, യേശു എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് എന്നെ കൈവിടത്തില്ല. എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം അത്ഭുതം ചെയ്യും. വരും ദിവസങ്ങളിൽ ഞാൻ ജയത്തിന്റെ കൊടി പാറിക്കും. യഹോവ നിസി എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസത്തോടെ, ഹല്ലേലൂയ, എന്നെ ലജ്ജിപ്പിച്ചവരുടെ മുമ്പിൽ, പിശാചിന്റെ മുമ്പിൽ മേശ ഒരുക്കി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയോ അടിച്ചോ കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ കണ്ണീരിനെ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ കരങ്ങളൊക്കെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനേക്ക് നോക്കി എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, മറ്റെന്തിനേക്കാട്ടിലും അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പത്രോസിനോട് ചോദിച്ചു, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. 3-മതും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവേ, നീ സകലതും അറിയുന്നു. നാം എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം നന്നായിട്ട്. ഹല്ലേലൂയ. അതിനേക്കാട്ടിലും അധികമായി സ്നേഹിക്കുന്ന പലതും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട്, ഹല്ലേലൂയ, കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, ഹല്ലേലൂയ, അതെല്ലാം അനുഗ്രഹമായി തീരും. നീ യേശുവിനേക്കാളിലും കൂടുതൽ മറ്റേ എന്തിനേക്കാളിലും സ്നേഹിച്ചാൽ അതെല്ലാം വിഷമമേ പ്രശ്നമേ നിനക്ക് തരുത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ നിനക്കത് നന്നായി പോകണമെങ്കിൽ, യേശുവിനെ നന്നായി സ്നേഹിച്ചാൽ, കർത്താവിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്താൽ, ഹല്ലേലൂയ, ആ പ്രശ്നങ്ങളുള്ളതുകൂടി സന്തോഷമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ഇതുപോലെക്കാലം അതുകൊണ്ട് പറഞ്ഞാട്ടെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. വി ലവ് യു ലോർഡ് മോർ ദാൻ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. കർത്താവേ, ഈ ലോകത്തിൽ എന്തിനേക്കാട്ടിലും അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നിന്റെ സന്നിധിയിൽ വസിക്കുന്നതാണ് എനിക്ക് ആനന്ദം, എനിക്ക് സന്തോഷം തരുന്നത് അതാണ് കർത്താവേ. വേറൊന്നും ഈ ലോകത്തിൽ സന്തോഷം തരത്തില്ല. ഇതുപോലെക്കാലം അതുകൊണ്ട് കണ്ണുനീരോടെ ഇതുപോലെക്കാലം കണ്ണുകളെ അടച്ച് അതരങ്ങൾ തുറന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി ആ കരങ്ങളിൽ സ്വർഗത്തിലേക്ക് ഉയർത്തി. നന്ദി കർത്താവേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. We praise you Lord. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാ എൻ്റെ ആനന്ദമെന്ന് മാത്രം. ഹല്ലേലൂയ. തേജസ്സേറും അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി വീണ്ടും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ആരാധനയിൽ നമുക്ക് ഒന്നിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ
ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. നമ്മുടെ കർത്താവിനെ പാടി ആരാധിപ്പാൻ, വിവിധങ്ങളായ ശുശ്രൂഷകളിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കിയല്ലോ. തുടർന്ന് നാം ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനാധികാരിയുമായി നമ്മോട് ദൈവവചനം സംസാരിക്കും. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് ഹാർവെസ്റ്റ് ടി വിയിലൂടെ മറ്റ് മീഡിയയിലൂടെ ഒക്കെ എത്തിപ്പാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്, ആനി തോമസ്. പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി സഭയുടെ പ്രാർത്ഥന അവരെ അപേക്ഷിച്ചിരിക്കുന്നു. അവർക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവഹിതപ്രകാരം ഒരു വിവാഹം നടക്കുവാൻ സിസ്റ്റർ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നു. നിശ്ചയമായും സർവശക്തനായ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ തുണയെ ദൈവം കരുതി നൽകുവാൻ ഈ ആരാധന മുഖാന്തരം ലോകമെമ്പാടും വചന ശുശ്രൂഷ താൻ നിർവഹിക്കുവാൻ തക്കോണതിന് പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ നിശ്ചയമായി ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിൻ്റെ വഴികൾ ഒരുക്കുവാൻ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സഭയുടെ സദേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാകയാൽ ആ വ്യക്തിയെ ഓർത്ത്, പ്രിയ ആനി തോമസിനെ ഓർത്തും പ്രാർത്ഥിക്കുന്നതുപോലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആനി ജോർജ് അവറുകൾ തുറന്ന് ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ ഇന്ന് പകൽ വളരെ ശക്തിയോട് ദൈവം ഉപയോഗിക്കുവാൻ, കേൾക്കുന്ന വചനങ്ങൾ അനേകരുടെ വിടുതലിന് കാരണമാകുവാൻ, ലോകമെമ്പാടും അനേക ദൈവമക്കളെ വചനം ശ്രവിച്ച് ദൈവ ശബ്ദം കേട്ടവർ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം വഹിച്ച് തുറന്നുള്ള വചന ശുശ്രൂഷയെ വഹിച്ച് കർത്താവിൻ്റെ വിലയേറിയദാസൻ പാസ്റ്റർ വി എബ്രഹാം അവറുകൾ മുന്നോട്ട് കടന്നു വന്ന് ഈ ശുശ്രൂഷകളെ വഹിച്ച് പ്രാർത്ഥിക്കും. നമുക്കൊന്നിച്ച് ദൈവദാസനോട് ചേർന്ന് പ്രാർത്ഥനയിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇത്രത്തോളം സമയം അവിടുത്തെ പുത്രനെ ആരാധിക്കുവാൻ, ഹല്ലേലൂയ, അനവധി നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ആ മുറിഞ്ഞ കരങ്ങളിൽ സമർപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഈ മഹത്വപരമായ ശുശ്രൂഷ ഭൂലോകമെങ്ങും എത്തിക്കുവാൻ കർത്താവെ ഹാർവെസ്റ്റ് ടി വിയിൽ കൂടെയും മറ്റ് വിവിധ മാധ്യമങ്ങളിൽ കൂടെയും കർത്താവെ ഹല്ലേലൂയ എത്തിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളാണല്ലോ എന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്ന കർത്താവെ. പ്രിയമകളുടെ പ്രാർത്ഥനാ വിഷയത്തെ ഞങ്ങൾ തൃക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ഹല്ലേലൂയ ആനി തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, പ്രിയ മകളുടെ വിവാഹം കർത്താവേ ഹല്ലേലൂയ, അതിനുവേണ്ട തക്ക തുണയെ കർത്താവ് വരുന്ന ദിവസങ്ങളിൽ കർത്താവ് ഒരുക്കി കൊടുക്കണമേ എന്ന് കർത്താവേ സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നല്ല വാർത്ത കേൾക്കാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇവിടെ കുടുംബജീവിതം അനുഗ്രഹീതമായി തീരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന മഹാദൈവമേ ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഓർക്കുന്ന ദൈവമേ, ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി കർത്താവ് ഓർക്കുമെന്ന് തിരുവഴുത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ വായിക്കുന്നത് പോലെ പ്രിയ മകളെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ കർത്താവ് മാനിക്കണമേ. തുടർന്ന് കർത്താവെ ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം കർത്താവെ ഞങ്ങളുടെ അഭിഷക്ത ദാസൻ ഹല്ലേലൂയ സംസാരിക്കാൻ പോവുകയാണല്ലോ. നിന്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കണമേ. പാസ്റ്റർ ആനി ജോർജ് അവർക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് ജനത്തോട് സംസാരിക്കുവാൻ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾക്കായിട്ട്, ആലോചനകൾക്കായിട്ട് കർത്താവെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. അത് പ്രകാശിക്കാതിരിക്കുവാൻ അദൃശ്യ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടകരത്തെ വെട്ടിമാറ്റി ഹല്ലേലൂയ വചനം പ്രകാശിക്കുവാൻ അത് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനത്തിന് കർത്താവെ വിടുതലായി, ആശ്വാസമായി, ആരോഗ്യമായി തീരുവാൻ കർത്താവ് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. കടന്നു വന്ന ദൈവജനം കർത്താവെ സൗഖ്യത്തോടെ മടങ്ങി പോകുവാൻ, എല്ലാ ഭയത്തിൻ്റെ ആത്മാവിനെ ദൂരീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജനം കടന്നു പോകുവാൻ സ്വർഗം സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് കയ്യേറണം, മഹത്വം കർത്താവ് എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി വീണ്ടും കർത്താവിന് നന്ദി പറയുന്നു. തുടർന്ന് നാം ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആനി ജോർജ് അവറുകൾ ജീസസ് വോയിസ് ചർച്ചിൻ്റെ ഫൗണ്ടർ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ ദൈവദാസൻ ഈ സഭായോഗത്തിൻ്റെ സമാപന സന്ദേശം നമുക്ക് നൽകും. പ്രാർത്ഥനയോട് ദൈവത്തിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ ആദരവോടെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു. നല്ല നിമിഷത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ദൈവസന്നിധിയിലാഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി ശ്രവിക്കുന്ന ഏവർക്കും കർത്താവും
രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. കർത്താവിനെ ആരാധിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും വളരെ വിലപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതുമാണ് എന്നുള്ള ബോധ്യം ദൈവമക്കളെ ഭരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 13-14 വചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 14-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം വായിക്കാം. 13-ാം വാക്യവും 14-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും നമുക്ക് ഒന്നിച്ച് വായിക്കാം. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ഈ ആവർത്തന പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ വരുമ്പം ഇത് ആരോട് പറഞ്ഞു എന്നുള്ള വചനങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. സ്തോത്രം. 5-ാമത്തെ അധ്യായത്തിൽ മോശ ഇസ്രായേലിനോട് വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ ഇസ്രായേൽ മക്കളോട് മോശ സംസാരിക്കുന്ന ഭാഗമാണ് ഇവിടെ ആ 5-ാം അധ്യായം തൊട്ടുള്ള വിവരണത്തിൽ വരുന്നത്. 7-ാം അധ്യായത്തിൽ ദൈവം പണ്ട് വാക്ക് പറഞ്ഞ വാഗ്ദത്തങ്ങളെയൊക്കെ ഓർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മകൻ എഴുതി വച്ചിരിക്കുന്ന ഭാഗമാണ് വായിച്ചത്. ഇതിനകത്തു നിന്ന് 15-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. യഹോവ സകല രോഗവും നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. മതി. ദൈവത്തിന് സ്തോത്രം. അവിടെ ഈ നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഈ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് അല്പനേരം നമ്മൾ കർത്താവിൻ്റെ വചനം പറയാനായിട്ട് പോകുന്നത്. ദൈവം സംസാരിക്കുകയാണ് 3 കാര്യങ്ങൾ. ഒന്ന്, ദൈവം നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. രണ്ടാമത് പറയുകയാണ്, നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെടും. ഈ 2 വചനങ്ങളെയാണ് അല്പനേരം ധ്യാനിക്കാൻ പോകുന്നത്. ഈ ഭൂമിയിൽ എങ്ങനെ വേണമെങ്കിലും ഒരു മനുഷ്യന് ജീവിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് ജീവിക്കാം, ശപിക്കപ്പെട്ടവനായിട്ട് ജീവിക്കാം. നിങ്ങൾ തീരുമാനിക്കണം, അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ജീവിക്കണോ ശപിക്കപ്പെട്ടവരായിട്ട് ജീവിക്കണോ. കർത്താവ് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് മുമ്പിൽ 2 വാതിൽ തുറന്നിരിക്കുക. ഒന്ന്, ദൈവത്തിന് സ്തോത്രം, ശാപത്തിൻ്റെ വഴി നിനക്ക് തിരഞ്ഞെടുക്കാം, അനുഗ്രഹത്തിൻ്റെ വഴി നിനക്ക് തിരഞ്ഞെടുക്കാം. ദൈവം മനുഷ്യന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ശാപത്തിൻ്റെ വഴി വേണേൽ തിരഞ്ഞെടുക്കാം, അനുഗ്രഹത്തിൻ്റെ വഴി വേണേൽ തിരഞ്ഞെടുക്കാം. കൃപയാൽ അനുഗ്രഹത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്കെല്ലാം ദൈവം തന്ന മഹാഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് ജീവിക്കാനാണ് ഏറ്റവും വലിയ തടസ്സം. ഇന്ന് ആ ഭാഗങ്ങളെയാണ് പരിശുദ്ധാത്മാവ് തൊടാൻ പോകുന്നത്. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറ, നീ ഉടനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ കാണണം. അതാണ് ഇന്നത്തെ ദൈവത്തിൻ്റെ സന്ദേശം. പത്രോസിൻ്റെ അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നുണ്ട്, നമ്മളെ അനുഗ്രഹം അനുഭവിക്കാനായിട്ട് ദൈവം വിളിച്ചതാണ്. കാണാനല്ല, കേൾക്കാനല്ല, അനുഭവിക്കാനായിട്ട് വിളിച്ചതാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ അനുഗ്രഹം നിങ്ങൾക്ക് ഒരനുഭവമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷയോടെ ഇരിക്കാം. ഈ വചനത്തിൽ നിന്നാണ് ഇന്ന് സംസാരിക്കുന്നത്. ആമീൻ. അനുഗ്രഹമെല്ലാം വരുന്നത് ദൈവത്തിങ്കൽ നിന്നാണ്. അനുഗ്രഹം എവിടുന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്ന്. മനുഷ്യരല്ല നമ്മളെ ഒന്നും അനുഗ്രഹിക്കുന്നത്. ആരാ അനുഗ്രഹിക്കുന്നത്? ദൈവമാണ്. എനിക്ക് ദൈവാത്മാവ് പറയുകയാണ്, ചിലരെ ദൈവം സ്നേഹിച്ച് അനുഗ്രഹിച്ച് ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കും. ദൈവം നിന്നെ ആദ്യം ലവ് ചെയ്യും, പിന്നെ നിന്നെ ബ്ലെസ് ചെയ്യാൻ പോവുക, പിന്നെ നിൻ്റെ ലൈഫിൽ ഒരു വർദ്ധനവ് തരാൻ പോവുക. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ കർത്താവ് പറയുകയാണ്, പലരും നിന്നെ സ്നേഹിക്കുന്നില്ല, പക്ഷെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. 2, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്താൽ ഒന്ന് അനുഗ്രഹിക്കപ്പെടണമെന്ന്? അക്സപിതാവിനോട് ചോദിച്ച പോലെ നമുക്കൊന്ന് ചോദിക്കാം, അപ്പാ എനിക്ക് ഒരനുഗ്രഹം കൂടെ തരണം.
എനിക്ക് പല അനുഗ്രഹം നീ തന്നു, പക്ഷെ ഒരു അനുഗ്രഹം കൂടെ നീ എനിക്ക് ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പേ ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കണം ഒരനുഗ്രഹം കൂടെ. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ യാക്കോബിൻ്റെ ചരിത്രം ഇച്ചിരൂടെ വ്യത്യാസമാണ്. അവൻ പറഞ്ഞ തരണേന്നല്ല, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടത്തില്ലെന്നാണ് പറയുന്നത്. ഇത് രണ്ടിലേതെങ്കിലും ഒരു പ്രാർത്ഥന ഇന്ന് പ്രാർത്ഥിച്ചേ പോകാവൂ. ഒന്നി കാല് പിടിച്ച് കരയണം, ഇന്ന് എനിക്കൊരെണ്ണം തരണം. അല്ലെങ്കിൽ ആ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് പറയണം, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ദൂത് പറയാം, വർഷങ്ങൾ തടഞ്ഞു വെച്ചത് വെള്ളം ഡാം കെട്ടി തടയുന്നത് പോലെ വർഷങ്ങളായി നിൻ്റെ കുടുംബത്തിലേക്ക് വരേണ്ട അനുഗ്രഹങ്ങളെയും നന്മകളെയും ഏതോ കറുത്ത കൈകൾ തടഞ്ഞു വെച്ചെങ്കിൽ ഡാം പൊട്ടി വെള്ളം ഒഴുകി വരുന്നത് പോലെ നിൻ്റെ വീടിനകത്തോട്ട് അനുഗ്രഹത്തിൻ്റെ നീരൊഴുക്കുകൾ ചില കുടുംബങ്ങളെ മാത്രം ദൈവം ഇന്ന് ലക്ഷ്യമിടുകയാ, ചില വ്യക്തികളെ മാത്രം ലക്ഷ്യമിടുകയാ. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, നീ അനുഗ്രഹിക്കപ്പെടുവാൻ സമയമായി, നീ അനുഗ്രഹം ചുമക്കുവാൻ സമയമായി, അനുഗ്രഹം പറയുവാൻ സമയമായി, അനുഗ്രഹം സ്വീകരിക്കാൻ സമയമായി, അനുഗ്രഹം നിമിത്തം വർദ്ധിക്കപ്പെടുവാൻ സമയമായി. അവിടോട്ടൊക്കെയാ ഒന്നിയിൽ അക്സേക്ക പോലെ പ്രാർത്ഥിക്കണം, കർത്താവേ നീ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു, ചോദിച്ചതൊക്കെ തന്നു, ഒരനുഗ്രഹം കൂടെ. ഒരപ്പൻ, ദൈവത്തിന് സ്തോത്രം, ഒരനുഗ്രഹം. ഒരു മോൾ അപ്പനോട് ചോദിക്കും, അപ്പൻ നോക്കിക്കേ, ഒന്നല്ല കൊടുത്തത്, കീഴുറവയും കൊടുത്തു, മേലുറവയും കൊടുത്തു. സ്തോത്രം. എടാ, ലോകത്തിൻ്റെ അപ്പനോട് ഒരു മോള് ചോദിച്ചപ്പം ഒരനുഗ്രഹം കൊടുത്തപ്പം ഉറവകളുടെ കലവറകൾ കൊടുത്തെങ്കിൽ സ്വർഗത്തിലെ അപ്പനോട് നീ ചോദിച്ചാൽ, ഇന്നിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ജീസസ്. ആ വാക്യം കിടക്കുന്നത് യോശുവയുടെ പുസ്തകത്തിലാണ്, 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലാണ്. ദൈവത്തിൽ എനിക്ക് ഒരനുഗ്രഹം തരയണം, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, എനിക്കൊരനുഗ്രഹം തരണം. കണ്ടോ, നമുക്കത് ഇച്ചിരി നല്ലതായിട്ട് വായിക്കാം. എനിക്ക് ഒരനുഗ്രഹം തരണം. അല്ലല്ല, എനിക്കൊരനുഗ്രഹം കൂടെ തരണം. എനിക്കൊരനുഗ്രഹം കൂടെ തരയണം. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടച്ചു പറ, ദൈവത്തോട് ചോദിച്ചോളാൻ പറ, എനിക്ക് ഒരനുഗ്രഹം കൂടെ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാ, ഇതുവരെ നിനക്ക് വേണ്ടി ചെയ്തതിനപ്പുറത്ത് എന്തോ ദൈവം ചെയ്യാൻ കൊതിക്കുക. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ചെയ്തില്ലേ? ഇല്ലേ? ചെറുത് ചെയ്തില്ലേ? ചെറുതും വലുതുമായിട്ട് ഒത്തിരി കാര്യം ചെയ്തില്ലേ? ഇല്ലേ? സർവ നന്മകൾക്കും ദാനങ്ങൾക്കും ഉറവിടമായ യേശുവേ, സർവ നന്മയുടെയും ദാനത്തിൻ്റെ ഉറവിടം ആരാ? യേശുവ. സകലതും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ നോക്കിയേ, മനുഷ്യരൊക്കെ നമുക്ക് തന്നാൽ നാളെ പറഞ്ഞുകൊണ്ട് നടക്കും, നിനക്ക് ഞാൻ ഇന്നത് തന്നു. എൻ്റെ ദൈവം തന്നാൽ ഞാൻ എൻ്റെ വേദപുസ്തകത്തിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ്, അബ്രഹാമിൻ്റെ കൂടെ ദീർഘവർഷങ്ങൾ ദാസി പദവി അലങ്കരിച്ച ഒരാളാണ് ഹാഗർ. അബ്രഹാം എന്തോ വലിയ സമ്പന്നനാ, മൾട്ടി മില്യണറാ. പക്ഷെ പുള്ളിക്കാരൻ പോകാൻ നേരത്ത് കൊടുത്തു വിട്ടത് ഇച്ചിരി അപ്പവും ഇച്ചിരി വെള്ളമാണ്. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, മനുഷ്യർ തന്നാൽ അളന്നേ തരൂ, പക്ഷെ ദൈവം തന്നാൽ അളക്കാതെ തരും. നിനക്കാര് തരണം? ഒന്ന് വാതുറന്ന് മിണ്ടാമോ? ആര് തരണം? അളക്കാതെ തരണം. നിനക്ക് ദൈവം തരുന്നത് കണ്ട് നിന്റെ രക്തബന്ധങ്ങൾ അത്ഭുതപ്പെടാൻ പോവുക. ദൈവം നിനക്ക് ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കണ്ട് അവർ അത്ഭുതപ്പെടാൻ പോവുക. ഓ ഹല്ലേലൂയ. ഇന്ന് മനസ്സിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് ഭൂമിയിൽ ഒരാളുമായിട്ട് കണക്ഷൻ വേണ്ട, ദൈവവുമായിട്ട് മതി. ഇന്നും ഞാൻ നിന്നോട് പറയാം, മന്ന പൊഴിയും. ഇന്നും പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി കാക്ക അപ്പം കൊണ്ട് പറക്കും. ഇന്നും പറയാം, നിന്റെ മറുപടി ഇരിക്കുന്നിടത്ത് കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ നിന്റെ അടുക്കൽ കൊണ്ടു തരാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. അടുത്ത രാത്രിയിലൊക്കെ കട്ടിലേന്നിടയ്ക്ക് വെള്ളം കുടിക്കാനൊക്കെ എഴുന്നേക്കുമല്ലോ. സ്തോത്രം. മനുഷ്യൻ്റെ കാര്യങ്ങൾക്കൊക്കെ എഴുന്നേക്കുമല്ലോ. ആ പോയച്ച് വരുന്ന കൂട്ടത്തിൽ ആ കട്ടിലിൻ്റെ താഴോട്ടൊന്ന് മുട്ടുകുത്തിയച്ച് ആ രണ്ട് കൈയും തലയിലോട്ട് വെച്ചൊന്ന് പറയണം, അപ്പാ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന്. ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരനുഗ്രഹം കൂടെ, എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ അനുഗ്രഹത്തോട് ഒരനുഗ്രഹം കൂടെ ആഡ് ചെയ്യാൻ പോവുക. ഓ യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കലും നമ്മൾ കാണുമെന്ന് വിചാരിക്കാത്ത പലതും ഈ ദിവസങ്ങളിൽ കാണും.
ഒരു കാലത്തും കാണത്തില്ല. ഒരിക്കലും അപ്പം പറഞ്ഞ് നിന്നെ കാണുമെന്ന് വിചാരിച്ചല്ല, എന്നാൽ നിൻ്റെ മക്കളെ കൂടെ കാണാൻ. കണ്ടോ, കാണിക്കത്തില്ലെന്നാ വാദം, കാണിക്കുമെന്നാ ദൈവത്തിൻ്റെ വാദം. അയ്യോ പറയാ, അന്യനല്ല, സ്വന്തം കണ്ണാൽ. വിശ്വാസമുണ്ടോ? ഈ ദിവസങ്ങളിൽ ആത്മാവ് പറയുക, യേശു പറയുക, തലപൊക്കി നോക്കടാ, ഇപ്പം തന്നെ കൊയ്ത്തിന് പാടം വിളഞ്ഞു കിടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ അകത്ത് കയറ്റിവിട്ട നിരാശ ഇന്ന് പൊട്ടണം. നീ പറയണ, എൻ്റെ കണ്ണത് കാണാൻ പോവുക, ഒരനുഗ്രഹം കൂടെ കാണാൻ പോവുക, ഒരു നന്മ കൂടെ കാണാൻ. സ്തോത്രം. അപ്പോൾ അക്സ പ്രാർത്ഥിക്കുക, എനിക്ക് ഒരനുഗ്രഹം കൂടെ. നീ പലതും തന്നു, എന്നെ നീ എവിടോട്ടാ വിട്ടേ? തെക്കേ നാട്ടിലേക്കല്ലയോ അയച്ചത്? ദൈവത്തിന് സ്തോത്രം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലയോ കൊടുത്തത്? നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവകളും കൂടെ എനിക്ക് തരണമെന്ന് അവൾ ഉത്തരം പറഞ്ഞു. എനിക്ക് തരേണ്ട അനുഗ്രഹം എന്താണെന്നറിയോ? നീരുറവകളൂടെ തരണം. അങ്ങനല്ലേ? ഒന്നുകൂടെ വായിച്ചു. നീരുറവകളും കൂടെ എനിക്ക് തരണമെന്ന് അവൾ ഉത്തരം പറഞ്ഞു. ഒന്നല്ല, നീരുറവകള്. അപ്പൊ ഒന്നിൽ കൂടുതൽ ചോദിച്ചോ? പിന്നെ അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. അപ്പൻ നല്ല അപ്പനാ. രണ്ട് ചോദിച്ചെങ്കിൽ താഴെയും കൊടുത്തു, മേളിലും കൊടുത്തു. സ്തോത്രം. ചിലർക്ക് കീഴുറവയും മേലുറവയും തരട്ടെ. അങ്ങനെ തന്നെ ചില കാര്യങ്ങൾ ക്ഷണത്തിൽ നടക്കാൻ പോവാ. ബൈബിളിൽ വാക്യമുണ്ട്, കാര്യം ക്ഷണത്തിലല്ലയോ നടന്നത്. സ്തോത്രം. നമുക്ക് ദൂതിലോട്ട് വരാം. ഒത്തിരി അടുത്തിരിക്കുന്ന ആളെ തൊട്ട് പറ, ഒത്തിരി ചിന്തിച്ച് തല പുകയേണ്ട, കാര്യം ക്ഷണത്തിൽ നടക്കുമെന്ന് പറ. സ്തോത്രം, സ്തോത്രം. മുട്ടയിരിക്കുന്ന ഏലിയാവ് ആഹാബിനോട് പറയുക, പെട്ടെന്ന് തേര് പൂട്ടി പൊക്കോ. അവൻ പറഞ്ഞ്, എന്തിനാ തേര് പൂട്ടുന്ന? ഒരു കൈപ്പത്തിന്. ക്ഷണത്തിലാ കാര്യം മാറുന്നത്. നീ നോക്കി നിൽക്കുമ്പോൾ നിന്റെ കുതിരക്കാട്ടി വേഗത്തിൽ മേഘം ഓടും. ചില കാര്യങ്ങൾ ക്ഷണത്തിൽ. 2024 നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട അടയാളം ക്ഷണത്തിൽ മറുപടിയായി. അപ്പം മനസ്സുകൊണ്ട് ഉറപ്പിച്ച്, എന്തോ ഒരു അനുഗ്രഹത്തിന് അടുക്കലാ നീ നിൽക്കുന്നത്. അടുക്കല. സാഹചര്യം പറഞ്ഞ് നടക്കത്തില്ലെന്ന്, ദൈവം പറഞ്ഞ് നടക്കുമെന്ന്. അതിനാ നിന്നെ ഇവിടെ വിളിച്ചു കൂട്ടിയേ. ഇന്ന് നിന്നെ ഈ ടി വിയുടെ മുമ്പിൽ കൊണ്ട് ഇരുത്തിയത്, യൂട്യൂബിന് മുമ്പിൽ ഇരുത്തിയത്, ഫേസ്ബുക്കിന് മുമ്പിൽ ഇരുത്തിയത്, ഈ പ്രേയറിനെ കൊണ്ട് ഇരുത്തിയത് ഈ ദൂത് പറയാനാ. നീ ശാപത്തിനടുക്കലല്ല, ബന്ധനത്തിനടുക്കലല്ല, പിരാക്കിനടുക്കലല്ല, മന്ത്രവാദിയുടെ പൂജയുടെ അടുക്കലല്ല, ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ അടുക്കല. സ്തോത്രം, സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സുകൊണ്ട് ഞാനീ പറയുന്ന സന്ദേശത്തോട് നിങ്ങൾക്കൊന്ന് ചേർന്ന് വരാൻ പറ്റുന്നുണ്ടോ? നിന്നോട് വാക്യം പറഞ്ഞേക്കുന്ന കാറ്റ് കാണത്തില്ല, മേഘം കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷേ താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയും. അപ്പോൾ ചോദിക്കുക, കാറ്റ് കാണാതെ മഴ കാണാതെ എങ്ങനെയാ വെള്ളം നിറയുന്നേ? നിറയ്ക്കുന്നവൻ ദൈവമായതുകൊണ്ട് എങ്ങനെ വേണേലും നിറയ്ക്കാം. സ്തോത്രം. ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത്, ഒരു വഴിയുമില്ലാത്തിടത്ത്, ഒരു മാനുഷിക നിയമങ്ങളും ഇല്ലാത്തിടത്ത് ഇതാ അത്യുന്നതൻ്റെ കരം നിന്നെ അനുഗ്രഹിക്കാൻ തയ്യാറാകുകയാണ്. സ്തോത്രം. അപ്പം അവൾ ചോദിക്കുക, അപ്പാ ഒരനുഗ്രഹം കൂടെ എനിക്ക് തരണം. യാക്കോബ് ഇച്ചിരിയുടെ വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞേ. സ്തോത്രം. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം. രാത്രി മുട്ടയിരുന്ന്, കർത്താവേ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ചില തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഉറങ്ങത്തില്ല. സ്തോത്രം. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ സഭായോഗത്തിന് പോകത്തില്ല. അങ്ങനെയല്ല, തിരിച്ചല്ല, ഞാൻ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അവിടെ വെച്ച് യാക്കോബ് എന്ത് ചെയ്തു? അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം. നമുക്ക് ആ വചനത്തിലോട്ടാണ് വരാൻ പോകുന്നത്. എനിക്ക് കർത്താവ് തന്നൊരു ബോധ്യം, ഉടനെ തന്നെ ചിലർ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പഠിക്കുന്ന ഭാഗം 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചെന്ന വാക്യം. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. 2-ാം വാക്യം.
ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാകും. അബ്രഹാമിനോട് പറയാം, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും. അബ്രഹാമിനോട് പറയാം, നിന്നെ എന്ത് ചെയ്യും? ഞാൻ അനുഗ്രഹിക്കും. ഇനി ഉൽപ്പത്തി പുസ്തകം 22:17 അവിടെ എഴുതിയിരിക്കുക, ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. എങ്ങനെ? സ്തോത്രം. 22 ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. മതി. 24:1 സ്തോത്രം. അബ്രഹാം വയസ്സെന്ന് വൃദ്ധനായി, യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. സകലത്തിലും അനുഗ്രഹിച്ചു. 3 മേഖലയാ. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു, ഐശ്വര്യമായി അനുഗ്രഹിച്ചു, സകലത്തിലും അനുഗ്രഹിച്ചു. ഈ 3 തലങ്ങളും ഇന്ന് നിങ്ങളുടെ മേൽ വെളിപ്പെടണം. ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്ന അബ്രഹാമിൽ പകർന്ന അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് പകരപ്പെട്ടെന്ന. അങ്ങനെയാന്ന് ഇന്ന് പകൽ ചിലരെ ദൈവം അനുഗ്രഹിക്കണം, ഐശ്വര്യമായി അനുഗ്രഹിക്കണം, മാത്രമല്ല സകലത്തിലും അനുഗ്രഹിക്കണം. ആഗ്രഹമുണ്ട് സകലത്തിലും വന്ന് അനുഗ്രഹിക്കപ്പെടാൻ. സ്തോത്രം. എത്ര പേര് അതിന് ആമീൻ പറയും? സകലത്തിലും. അപ്പൊ അനുഗ്രഹിക്കപ്പെടാനുള്ള ഏക വഴി എന്താണെന്നറിയാമോ? പ്രാർത്ഥനയാണ്. സ്തോത്രം. ഒന്ന് കൈകൊടുത്ത് പറ, പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ പറ്റുമെന്ന് പറ. സ്തോത്രം. ഞാനൊക്കെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെട്ടയാളാണ്. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെ? പ്രാർത്ഥനയിലൂടെ. കാര്യം സാധിക്കാൻ വേണ്ടി വന്നതല്ല, പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് വരുന്നതാണ് അനുഗ്രഹം. നമ്മളിനി ഈ ദൂതിലോട്ട് വരാം. ഈ വേദപുസ്തകത്തിൽ യബേസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ട്. വായിക്കാനൊന്നും സമയം എടുക്കുന്നില്ല. സ്തോത്രം. അവന് ജനിച്ചപ്പോൾ ഒരു ദുഃഖപുത്രനായിട്ടാണ് ജനിച്ചത്. ചെല്ലുവരത്തിൽ ഒരു ഗതിയില്ലാത്ത വീട്ടിലാണ് ജനിച്ച. കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാൽ മതി, ഗതി ഉണ്ടാവും. ഞങ്ങൾ ഭയങ്കര ശാപമുള്ള വീട്ടിലാണ് ജനിച്ച. കുഴപ്പമില്ലതേ, ഏതായാലും ജനിച്ചല്ലോ എവിടെ ആയാലും. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു ബ്രദർ ഒന്ന് പറഞ്ഞു, പാസ്റ്ററേ ഞാനൊരു ഗതികെട്ട വീട്ടിലാണ് ജനിച്ചത്. ഞാൻ പറഞ്ഞു, അത് ആ ഗതികേട് മാറ്റാനല്ലയോ നീ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നേ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഏത് ഗതികേടും പ്രാർത്ഥിച്ചാൽ മാറും. ഉഴപ്പി നടന്നാൽ മാറത്തില്ല. എന്തുവാ? അത് ഭയങ്കര പൈശാചിക ബാധയാണ്. നിന്നോടും അങ്ങനെ ഉള്ളവരോട് ദൂതുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി. അപ്പോൾ പ്രാർത്ഥനയിലെല്ലാം തീരും. നിന്റെ തല പുകഞ്ഞ് ആലോചിക്കുന്ന ഒത്തിരി വിഷയം പ്രാർത്ഥനയെ തീരും. അപ്പോൾ യബേസ് എന്ന് പറയുന്ന മനുഷ്യനെ ദുഃഖപുത്രനാ, വ്യസനപുത്രനാ. സ്തോത്രം. നാട്ടുകാരെല്ലാം പറഞ്ഞു, ഈ ചരിത്രമൊക്കെ പറയുന്നേ, അവൻ്റെ അപ്പൻ അവനെ ഇട്ടേച്ചു പോയെന്ന. ഒരു മനുഷ്യരൂപം പോലും ഇല്ലാതെ വികൃത രൂപമുള്ളവനാന്നൊക്കെയാ വേദപണ്ഡിതാക്കളുടെ നിഗമനം. സ്തോത്രം. ചുരുക്കി പറയാം, അവനെ ആരും പരിഗണിക്കുന്നില്ല. പക്ഷെ അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പരിഗണിക്കപ്പെടാത്ത സ്ഥലത്തൊക്കെ പരിഗണന ലഭിക്കുന്നത് പ്രാർത്ഥനയിലാണ്. സ്തോത്രം. അവൻ പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥന കേൾക്കണം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. എന്നെ എന്ത് ചെയ്യണം? ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. അടുത്തിരിക്കുന്ന ആളൊന്ന് കൈ കൊടുത്ത് വെച്ചാൽ, പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറ. നിങ്ങൾക്ക് ഇന്ന് ഒരു വിശ്വാസം പറയാമോ ഈ വചനത്തോട് ചേർന്ന്? സ്തോത്രം. യബേസ് പറഞ്ഞ പോലെ നമുക്കും അറിയാം, ഞാൻ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ശലോമോൻ ഒരിക്കൽ സഭാപ്രസംഗി പറഞ്ഞു, ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായും അറിയും. സ്തോത്രം. അപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഉഴപ്പി പ്രാർത്ഥന വേണ്ട, ഒക്കട്ടെന്നല്ല. സ്തോത്രം. പ്രാർത്ഥിച്ച് നോക്കാം, വല്ലതും കിട്ടുന്നത് കിട്ടിയിട്ട്, കിട്ടിയില്ല ചെയ്തോ എന്തോ യോഗത്തിന് പോയെന്നല്ല ഉള്ളൂ. അങ്ങനല്ല, ഇറങ്ങിയതാ. നിന്നെ കളിയാക്കിയവരൊക്കെ ഉണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ ഇപ്പം അവർ ചിരിക്കുക, നാളെ നീ ചിരിക്കും, അവർ കരയും. ഞാൻ ദൈവത്തിൻ്റെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. പ്രാർത്ഥിക്കുന്ന നിന്നെ തോപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എൻ്റെ പാസ്റ്റർ എനിക്ക് ചുറ്റും നിന്ന് കളിയാക്കുക, അമ്മമാർ നിന്ന് കളിയാക്കട്ടെ. ഈ കളിയാക്കുന്നവൻ്റെ വായ അടപ്പിക്കാനൊക്കെ തമ്പുരാന് നന്നായിട്ടറിയാം. വേണ്ട, മിണ്ടുന്നില്ല. സ്തോത്രം. പെനീനെയാണ് എന്നോരു ബഹളമായിരുന്നു ഹന്നായിക്ക് നേരെ. മിനിറ്റുകൾക്കകം കളിയാക്കുന്നത്. കളിയാക്കി പറയുക, എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത്? നിനക്ക് കുഞ്ഞുണ്ടാകത്തില്ല. അവൾ മിണ്ടിയില്ല.
കുറച്ച് ദിവസം കഴിയുമ്പോൾ കളിയാക്കുന്നത് കാര്യം ഹന്നായുടെ കൊച്ചിരിക്കുക, ശൗമേൽമാലിനാണ് നിന്ന് തുള്ളുക. എന്നാ മിണ്ടുന്നില്ല. മനസ്സിലായ ഒരു സ്തോത്രം ചെയ്യണം. നീ മറുപടി ഒന്നും പറയണ്ട, കുറച്ചു നേരം വായിക്കാത്ത വെള്ളം ഒഴിച്ചിരുന്നേച്ചാൽ മതി. മറുപടിയൊക്കെ ദൈവം പറഞ്ഞോളും. മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞു. എനിക്കെന്തോ ദൈവാത്മാവ് പറയാം, നിശ്ചയമായും നീ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഞാൻ ഈ സഭയോട് പ്രവചിക്കുക, ഇന്ന് ഈ മീറ്റിംഗ് കാണുന്നവരോട് പ്രവചിക്കുക, 2024 നിശ്ചയമായി. ഓ ഹല്ലേലൂയ. മനസ്സുകൊണ്ട് പറഞ്ഞ നിശ്ചയമായിട്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ പൊതുവെ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ സ്വപ്നം കാണുന്നവരാ. അങ്ങനെ കാണുമോ? ഈ ചിലർ ഈ പണ്ട് നടന്നതെല്ലാം ഈ വിഷമമുള്ളതെല്ലാം കൂടെ ഓർത്തിച്ച് രാത്രി കിടന്ന് ഹസ്ബൻഡ് ചോദിക്കും, എന്തോ പറ്റി രാധാമണി? ഓ, കരയുന്നു. വൈകിട്ട് കഴിച്ചോ മട്ടൻ ബിരിയാണിയാ, AC 18 കിടക്കുക. സ്തോത്രം. പെപ്സിൻ്റെ മെത്തേലാണ് കിടക്കുന്നത്. 1 ലക്ഷത്തിൻ്റെ കട്ടിലിൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ച കട്ടിലല്ല കിടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ ആരോട് പറയാൻ, ആരെങ്കിലും രാത്രി കിടന്ന് അനുഗ്രഹിക്കപ്പെടുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഞാൻ നിശ്ചയമായി അനുഗ്രഹിക്കപ്പെടുമെന്നൊരു സ്വപ്നം കണ്ട ഇന്നലത്തെ രാത്രി ഒരു കാളരാത്രിയാന്ന് പറയത്തില്ല. ഇന്നലത്തെ രാത്രി ഒരു അനുഗ്രഹിക്കപ്പെട്ട രാത്രി. എന്തോ ഞാൻ കുറേ സ്വപ്നം കണ്ടു. എന്തുവാ സ്വപ്നം കണ്ടേ? നമ്മുടെ വീടിൻ്റെ അവിടെ എല്ലാം ടാർ ചെയ്തു, ചുറ്റും മതിൽ കെട്ടി, സ്തോത്രം, റിമോട്ട് കൊണ്ടുള്ള ഗേറ്റൊക്കെ പിടിപ്പിച്ചേക്കുന്നു. സ്തോത്രം, ഞങ്ങളുടെ വീട്ടിൽ വന്ന് കോളിംഗ് ബെല്ല് അടിച്ചപ്പം സ്തോത്രം, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വന്ന സൗണ്ട് കേൾക്കുന്ന കോളിംഗ് ബെല്ല് കയറി വന്നപ്പം അവൻ സ്വീകരിച്ചിരുത്തി അവർക്കെല്ലാം കാപ്പി കൊടുത്തപ്പം സ്തോത്രം, ഞങ്ങളുടെ വീട്ടിൽ കൂട്ടപ്രാർത്ഥന, കൂട്ടപ്രവചനം. അപ്പം പ്രാർത്ഥിക്കാൻ ആൾ വരുന്നു, വീട് മുഴുവൻ ആൾ നിറയുന്നു, വീട് വിരുന്ന്. ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? അല്ലാതെ ഇവിടെ ഒരു വേദനയുണ്ട്, ദൈവമേ മഴയാന്നോ ക്യാൻസറാന്നോ എവിടെ പോകണം, RCC ആരും മിണ്ടുന്നില്ലല്ലോ. കർത്താവ് ചിലപ്പോൾ ഓർക്കും, ഇവനെയൊക്കെ എന്തോ ഞാൻ അനുഗ്രഹിച്ചേ. കേട്ടോ, ഒരു സ്തോത്രം പോലും തോവേ പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ഭക്തൻ പറയുകയാണ്, എന്നെ കാണാൻ വലിയ രൂപമില്ലെങ്കിലും അവൻ പറയുകയാണ്, നീ എന്നെ നിശ്ചയമായും. സ്തോത്രം. ആമി ഉറപ്പിച്ചിട്ടേ പോകാവൂ. നീ എന്നെ നിശ്ചയമായി. സ്തോത്രം. ഞാൻ ഒരിക്കൽ ഇവിടെ കോട്ടയത്തിനടുത്ത് സ്തോത്രം പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദൈവദാസനെ കാണാനായിട്ട് പോയി. രാവിലെ ഞങ്ങളൊരു കാര്യത്തിന് പോകാൻ വേണ്ടി ചെന്നപ്പോൾ പുള്ളിക്കാരന് ഈ നല്ല പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊരു കട്ടൻ കാപ്പി തന്നു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര കടമാണെന്ന് എന്നോട് പുള്ളി എപ്പോഴും പറയും. അപ്പം ഞാൻ സ്തോത്രം ചോദിച്ചു, ഭാഷ കടം എങ്ങനെയുണ്ട്? അങ്ങനെ ചോദിച്ചാൽ 3 പിള്ളേർ സ്തോത്രം അതിന് പുള്ളിയുടെ വീടിൻ്റെ മുമ്പിൽ ചിരട്ട കൊണ്ട് കുഴിയപ്പം ഉണ്ടാക്കി കളിക്കുക. ഞാൻ ചോദിച്ചു, ഭാഷ കടമൊക്കെ എങ്ങനെയുണ്ട്? പുള്ളി ഇവന്മാരൊക്കെ ഒന്ന് വളർന്നിട്ട് വേണം ഈ കടമൊക്കെ ഒന്ന് വീട്ടാൻ. ഞാൻ അങ്ങോട്ട് പുള്ളിയോടെ പോയപ്പോഴേ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു, നമ്മളായിരുന്നു 3 കൊച്ചു പിള്ളേരും ഉണ്ട്, ഞാനും ഉണ്ട്, ഇത് വല്ലതും വീടുമോ എന്ന് പറയേണ്ടടുത്ത് പുള്ളി ഇവന്മാരൊക്കെ ഒന്ന് വളർന്നിട്ട് വേണം. ഞാനൊരു രാജ്യത്ത് പ്രസംഗിക്കാൻ പോയപ്പം സ്വതന്ത്രം ഈ പുള്ളി ആ രാജ്യത്തുണ്ട്. മൂത്ത മോൻ്റെ കൂടെ എൻ്റെ കയ്യിൽ 1 പിടി കാശ് കൊണ്ട് തന്നേച്ച് പറഞ്ഞു, ദേ ഇത് മൂത്തവൻ്റെ ഈ മാസം ശമ്പളമാണ്, കടമൊക്കെ വീടിയെന്ന് അന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എന്നാ മിണ്ടാത്തെ? ഉറപ്പിക്കണം, നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും. നിശ്ചയമായും നിന്റെ ഗതികേട് മാറും. ഓ, എബേസിനെ പോലെ പറയാം, കർത്താവേ. ഓ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചില കാര്യം നിശ്ചയമായിട്ട് നടക്കുമെന്ന് ഓർമ്മയുണ്ടോ? എത്ര പേര് അതിന് ആമീൻ പറയും? ഉറപ്പുണ്ടോ? ആമീൻ. ചില കാര്യങ്ങൾ നിശ്ചയമായി നടക്കും. ഒന്ന് അടുത്തിരിക്കുന്ന ആളൊക്കെ ഒന്ന് കൈ കൊടുത്തേച്ച് പറയാം, നിശ്ചയമായി. ഒരു മാറ്റവും ഇല്ല. ബ്രദറെ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? കുരുങ്ങി ബാങ്കുകാർ പറയുന്ന നാളെ ജപ്തി അല്ല, നിശ്ചയമായി ഞാൻ അനുഗ്രഹിക്കപ്പെടും. മിണ്ടുന്നില്ല. ചില ഭയങ്കര വിശ്വാസത്തിൽ നല്ല തിറവുള്ളവരുണ്ട്, ഭയങ്കര പവറുള്ള വിശ്വാസത്തിൽ. ഒരിക്കൽ ഒരാൾ ഞങ്ങളുടെ കൂടെ 3 ദിവസവും ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചത് മകന് നല്ല ജോലി കിട്ടാനാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ മോൻ വിളിച്ചു പറഞ്ഞു, ഉള്ള ജോലി പോയെന്ന്.
ഉടനെ കേട്ട അമ്മ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. മോൻ ചോദിച്ചു, അമ്മ എന്തുവാ ജോലി പോയപ്പോൾ സ്തോത്രം പറയുന്നു? എടാ വേറെ ജോലി കിട്ടാനാ. എന്നെ ഫോൺ വിളിച്ചു, പാസ്റ്ററേ വിടുതലായി. ഞാൻ ചോദിച്ചു എന്തുവാ? മോൻ്റെ ജോലി പോയി. ദൈവത്തിന് സ്തോത്രം. ഞാനും ഒന്ന് ഞെട്ടി. ആൻറ്റിയുടെ അടുത്ത വാക്കാ, ഈ ജോലിയെ നിറങ്ങിയല്ല അടുത്ത ജോലി കയറാൻ പറ്റുമോ? സൂക്ഷം 14 ദിവസം കഴിഞ്ഞപ്പം ഇപ്പം പോയതിൻ്റെ 3 ഇരട്ടി ശമ്പളമുള്ള ജോലി കിട്ടി. എന്നാ മിണ്ടുന്നില്ല. ഇപ്പം അമ്മയെ മോൻ കൊണ്ടുപോയേക്കോ അവിടോട്ട്. എന്തിനാ? ജോലി സ്ഥലത്ത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, അനുഗ്രഹിക്കപ്പെടും നിശ്ചയം. ഇന്ന് ചിലരോട് ദൈവം പറയുക, ശാപം പിറന്ന വീടിനകത്ത് നീ അനുഗ്രഹിക്കപ്പെടും. ഓ യേശുവിൻ്റെ നാമത്തിൽ. ഗതികെട്ട വീടിനകത്ത് ആരോടോ ദൈവം പ്രവചിക്കുക, നീ എന്നെ നിശ്ചയമായും. ഹല്ലേലൂയ. എനിക്ക് ആ പദം പിന്നെയും ദൈവാത്മാവ് എന്നോട് പറയുക. ആ എബേസിൻ്റെ പ്രാർത്ഥനയൊന്ന് വായിക്കാം. നീ എന്നെ, ഹല്ലേലൂയ, എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും. ദൈവത്തിന് അപ്പം നീ എന്നെ എന്ത് ചെയ്യണം? നിശ്ചയമായും അനുഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഒത്തിരി നാൾ പ്രാർത്ഥിച്ചിട്ടും വിസ്താരമാകാത്ത എൻ്റെ അതിര് ഈ ദിവസങ്ങൾ ഒന്ന് വിസ്താരപ്പെടുത്തി തരണം. ഒരാമീൻ വരുന്നില്ല. നീ ചുരുങ്ങാൻ പോകുവല്ല, വിസ്താരപ്പെടാൻ പോവാ. നീ ഒതുങ്ങാൻ പോകുവല്ല, വെളിപ്പെടാൻ പോവാ. നീ അമരാൻ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഓ ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറ. ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റുമോ? ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ട്രിവാൻഡ്രത്ത് ഒരു വീടിനകത്ത്, സ്തോത്രം, എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. ഞാനിവിടെ പ്രാർത്ഥിക്കാൻ ചെന്നു. അവരുമായി നല്ല ഫ്രണ്ട്ഷിപ്പിലായി. സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അവർ പറഞ്ഞു, പാസ്റ്ററെ ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെ അപ്പൻ്റെ കാലം മുതൽ വസ്തുക്കൾ ധാരാളം ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. എല്ലാം വിറ്റു. ഇപ്പം താമസിക്കുന്ന ഈ 7 സെൻറ്റും വിൽക്കാൻ കിടക്കുന്ന ഒരു 6 സെൻറ്റും ഉണ്ട്. ഇത് രണ്ടുമേ ഉള്ളൂ. സ്തോത്രം. അന്നേരം പറഞ്ഞു, 6 സെൻറ്റിൻ്റെ ആധാരം എടുത്തുകൊണ്ട് ആ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാമെന്ന് പറഞ്ഞു. ആൻറ്റി ഒരു പഴയ പ്ലാസ്റ്റിക് പേപ്പറിനകത്ത്, സ്തോത്രം, ആധാരം കൊണ്ട് എൻ്റെ തന്നു. ഞാൻ ആധാരം പ്രാർത്ഥിച്ചു കൊടുത്ത്, കർത്താവേ ഈ 6 സെൻറ്റ് ഭൂമി വിൽക്കാൻ പോവാ, ഇതിനുള്ള വഴികൾ ഒരുക്കണേ കർത്താവേ. ഇവർ പറയുകയാണ്, ഇവരുടെ അപ്പൻ്റെ കാലം മുതൽ ഒത്തിരി സ്വത്തുള്ളവരായിരുന്നു. അതെല്ലാം വിറ്റ് 6 സെൻറ്റ് ഈ ഭൂമിയും 7 സെൻറ്റുമേ ഉള്ളൂ. ഇനിയും വിൽക്കാൻ സമ്മതിക്കല്ലേ, വാങ്ങിക്കാൻ കൃപ തരണേ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് സ്തോത്രം, കുറച്ച് നാൾ കഴിയുമ്പോൾ 6 സെൻറ്റ് വിറ്റു. പിന്നെ അവരിടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കും, എന്നെ വന്ന് കാണും. കൂടുതൽ വിവരങ്ങളൊന്നും പറയാറില്ല. 10-18 കൊല്ലം കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുമ്പ് എന്നെ അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് വീണ്ടും പോകേണ്ട സാഹചര്യമുണ്ടായി. അവിടെ ചെന്നപ്പോഴേ, സ്തോത്രം, പ്രാർത്ഥിക്കാൻ നിന്നിട്ട് പറഞ്ഞ്, മൂത്ത മോക്ക് വിവാഹപ്രായമായി. സ്തോത്രം. അപ്പോൾ അവളെ വെറും കൈയോടെ വിടാൻ പറ്റത്തില്ല. അവർക്ക് ഇച്ചിരി സ്ഥലം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾ എന്തോ സ്ഥലം കൊടുക്കണമെന്ന് ദൈവം പറയുന്ന പോലെ കൊടുക്കാനിരിക്കുക. സ്തോത്രം. എന്നിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞ് ആധാരം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഒരു ട്രോളി വലിച്ചുകൊണ്ട് വന്നു, തുറന്നു വെച്ചു. 10-23 ആധാരം എടുത്ത് മേശപ്പുറത്തോട്ട് വെച്ച്, ഇതിലേത് മോക്ക് കൊടുക്കണം? ഞാനൊരു 2 മിനിറ്റ് സ്റ്റക്കായി വെച്ച്, പണ്ട് ആ പ്ലാസ്റ്റിക് കവറിനകത്ത്, സ്തോത്രം, മാമാട്ടിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ച ആ കിലുങ്ങുന്ന പ്ലാസ്റ്റിക് കവറിനകത്തെ 6 സെൻറ്റിൻ്റെ ആധാരം കൊണ്ട് വന്നത് 15 കൊല്ലം മുമ്പ് നന്ന ഞാനൊന്ന് ഓർത്തുപോയി. ഞാൻ ചോദിച്ചു, ആൻറ്റി, അച്ചായ, പണ്ട് ആ കിലുങ്ങുന്ന പേപ്പറിനകത്തെ അതൊക്കെ അങ്ങ് മാറിയില്ലയോ? അതിനകത്തെ 5 ആധാരം കൊച്ചിന് പോകുമ്പം കൊടുത്തു വിടാൻ തീരുമാനിച്ചു. അതിൻ്റെ വില അപ്പനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടിയപ്പം, സ്തോത്രം, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സ്തോത്രം, 4.25 കോടി രൂപയുടെ സ്ഥലം കൊടുക്കുക ആ മോക്ക്. സ്തോത്രം. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നിനക്കിപ്പോൾ എന്ത് സംഭവിക്കുമെന്നല്ല, നീ മനസ്സിൽ ഉറപ്പിക്കണം, നിശ്ചയമായി ആ പദത്തെ കയറി പിടിച്ചോ. ഞാൻ വേറെ ഭാഗത്ത് പോകാനാ വന്നേ, പക്ഷെ എന്നോട് ദൈവം പറയുക, നിനക്കൊരനുഗ്രഹം തരും, ഐശ്വര്യമായ അനുഗ്രഹം തരും, സകലത്തിനും അനുഗ്രഹം തരും. നീ ഇന്ന് പറയണം, എന്നെ സ്തോത്രം, സ്തോത്രം. എൻ്റെ അതിരിനെ നീ എന്തോ ചെയ്യണം? ഒന്ന്, അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചോ, ഒന്ന് ആഗ്രഹമുണ്ടോ അതിര് വിസ്താരപ്പെടാനെന്ന് ചോദിര്.
സ്തോത്രം. ചോയിര് സ്തോത്രം. നിന്റെ അപ്പുറത്തെ പ്ലോട്ട് വിൽക്കാതെ കിടക്കുന്നത് നിനക്ക് വാങ്ങിക്കാനാ. നിനക്ക് കാശ് വരാത്തത് കൊണ്ടാണ് അവൻ സൈലൻ്റായി നിൽക്കുന്നത്, മിണ്ടുന്നില്ല. ഓ, യേശുവിൻ്റെ നാമത്തിൽ എനിക്കെന്തോ പരിശുദ്ധ അതിരുകൾ വിസ്താരപ്പെടാൻ പോകുന്നു. പ്രാർത്ഥിയില് ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ നിന്റെ അതിരുകൾ വിസ്താരപ്പെടും. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. അല്ലെ, നിന്റെ കൈ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന്. അതിന് ഞാൻ ഈ പ്രസംഗം ബാക്കി നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു. അപ്പൊ ഒന്ന്, നിശ്ചയമായും അനുഗ്രഹിക്കും, നിന്റെ അതിര് വിസ്താരമാക്കും. അപ്പൊ ഈ അനുഗ്രഹം എപ്പോഴാ വരുന്നതെന്നൊന്നും അറിയത്തില്ല. ഈ അനുഗ്രഹം എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല. സ്തോത്രം. ചിലര് പ്രാർത്ഥിക്കാൻ വരുമ്പം പറയും, എന്ന് അനുഗ്രഹിക്കപ്പെടുമെന്നൊന്ന് പറയാമോ? സ്തോത്രം. ഉടനെ പ്രവാചകന്മാർ പറയും, സ്തോത്രം, മാർച്ച് മാസം 14 തീയതി കഴിയുമ്പോൾ ഗതികേട് മാറും. കൃത്യ. സ്തോത്രം. ഒരപ്പച്ചൻ ഒരിക്കൽ അനുഗ്രഹം എന്ന് തരുമെന്ന് ചോദിച്ച് വീടിൻ്റെ മണ്ടയ്ക്ക് മുമ്പിലിരിക്കുക, താടിക്ക് കൈ കൊടുത്തോണ്ട്. ഉടനെ രാജാവും പരിപാലങ്ങളും എല്ലാം വരുന്നു. സ്തോത്രം. അപ്പച്ചൻ ചോദിച്ചു, എന്നാ പറ്റി? രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ച്. അപ്പച്ചൻ അറിഞ്ഞോ? ഇല്ല. അപ്പച്ചൻ്റെ വീട്ടിൽ 3 മാസത്തെ യഹോവയുടെ പെട്ടകം വെക്കാൻ പോവാ. ശ്രദ്ധിക്കണം. ആര് കൽപ്പിച്ചു? രാജാവ് കൽപ്പിച്ചു. എന്തോ ചെയ്യാൻ? ഈ പെട്ടകം എവിടെ വെക്കാൻ? അപ്പച്ചൻ്റെ വീട്ടിൽ വെക്കാൻ രാജാവ് കൽപ്പിച്ചു. ഞാൻ ഒരുങ്ങിയില്ലല്ലോ, നിന്റെ ഒരുക്കമൊന്നും വേണ്ട. രാജാവ് കൽപ്പന ഇട്ടേക്കുന്നേ. നിന്റെ വീട്ടുപേരാ പറഞ്ഞേക്കുന്നേ, നിന്റെ പേരാ പറഞ്ഞേക്കുന്നേ, നിന്റെ വീട്ടിൽ തന്നെ വെക്കാനാ. ദൂത് പിടികിട്ടി വരുന്നുണ്ടോ? ദൂത് പിടികിട്ടി വരുന്നുണ്ടോ? നിന്റെ വീട്ടുപേര് ദൈവത്തിൻ്റെ രജിസ്റ്റർ ബുക്കിലുണ്ട്. നിന്റെ പേര് സ്തോത്രം. അപ്പച്ചൻ ചോദിച്ചു, പെട്ടകം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ല. രാജാവ് അതിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. രാജാവ് ഒന്നും പറഞ്ഞില്ല. ഈ പെട്ടകം വെച്ചു പോരെ, ബാക്കി പെട്ടകം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. കണ്ടോ, മിണ്ടുന്നില്ല. അപ്പം വന്നവരോട് ചോദിച്ചു, പെട്ടകത്തിന് അനുഭവം എന്തുവാ? അനുഭവം വേണ്ട, ഇപ്പം അടക്കം കഴിഞ്ഞേച്ച് വരിക. കണ്ടോ, മിണ്ടുന്നില്ല. രാജാവ് കൊണ്ടിറക്കിയതാ പരിവാരങ്ങൾ. സ്തോത്രം. പെട്ടകം നയിച്ചുകൊണ്ട് വന്നേ ദൈവത്തിന് സ്തോത്രം. ആയിരക്കണക്കിന് ആൾക്കാരാ. സ്തോത്രം. ശ്രദ്ധിക്കണം. പക്ഷേ ആ പെട്ടകത്തിനിടയ്ക്ക് സ്തോത്രം ഒരുത്തൻ കയറി കെട്ടിപ്പിടിക്കാൻ പോയാ അവനെ കൊന്നുകളഞ്ഞു. സ്തോത്രം. അടക്കം കഴിഞ്ഞ് വരിക. അപ്പച്ചനൊന്ന് വരുണ്ടു, നീ പേടിക്കണ്ട. വ്യവസ്ഥ വിട്ടവൻ അടക്കവാ, നിനക്ക് തുടക്കവാ. മിണ്ടുന്നില്ല. എനിക്കെന്തോ ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യം തരിക. നിന്റെ വീട്ടിൽ എന്തോ തുടങ്ങാൻ പോവുക. രാജാവിൻ്റെ കൽപ്പന ഉണ്ടായിട്ട്, രാജാവിൻ്റെ കൽപ്പന ഉണ്ടായിട്ട് ഏതു സമയത്ത് നടക്കും? നിന്നെ തേടി വരും, നിന്റെ വീട്ടുപേര് തപ്പി വരും. ഓ, എനിക്കറിയത്തില്ല. Glory to God. Glory to God. സ്തോത്രം. ഞാൻ വേറൊരു ഭാഗത്ത് പോകാനാണ് വന്നത്, പക്ഷേ ഇപ്പോൾ വേറെ വഴി കൂടെ ആത്മാവ് കൊണ്ടുപോവാ. അപ്പച്ചന് സ്തോത്രം ഈ 3 മാസം അങ്ങോട്ട് ഇരുന്നു ഈ പെട്ടകം വീട്ടിൽ. അപ്പച്ചൻ ഇച്ചിരി പേടിച്ചൊക്കെയാണ് നിൽക്കുന്നത്. ഇച്ചിരി പേടിയൊക്കെ നല്ലതാ. ഒന്ന് കൈ കൊടുത്ത് പറ, ഇച്ചിരി പേടിയൊക്കെ നല്ലതെന്ന് പറ. ഉണ്ടോ? മിണ്ടുന്നില്ല. ഒട്ടും പേടിയില്ലായിരിക്കരുത്. ദൈവ സ്നേഹമാ. പോക്കറ്റിൽ കിടക്കുവാന്ന് പറഞ്ഞ് യോഗത്തിലിരിക്കരുത്. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. സൂക്ഷിച്ച് കളിച്ചില്ലേ കളി പാളും. അതുകൊണ്ട് ഇച്ചിരി സ്തോത്രവും പേടിയൊക്കെ വേണം. ഞാൻ ദൈവത്തെ ആരാധിക്കാൻ വരുന്നത്, ദൈവത്തിന് മുമ്പിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ ചിലർ പറയും. ഞാൻ സുളിവിൽ പോയി പ്രാർത്ഥിച്ച് വിടുതൽ വാങ്ങിച്ചോണ്ടിങ്ങി വരും. ചുമ്മാതാ, കിട്ടുകയില്ല. നിന്റെ ചിന്തകൾ വെളിയുന്ന നിരൂപണങ്ങൾ അറിയുക കർത്താവ്. ഒന്നും നടക്കുകയില്ല, ഒന്നും നടക്കുകയില്ല. ഞാൻ ദൂതിലോട്ട് വരിക. 3 മാസം കൊണ്ട് സ്തോത്രം ഈ അപ്പച്ചനെ ദൈവം എന്ത് ചെയ്തു? അങ്ങനെ വാക്യം. 3 മാസം കൊണ്ട് സ്തോത്രം. അവരുടെ പെട്ടകം ഗിത്തിനായ ഓബേദ്ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ്ഏദോമിനെയും അവന്റെ കുടുംബത്തെയൊക്കെയും അനുഗ്രഹിച്ചു. 3 മാസം കൊണ്ട് എന്ത് ചെയ്തു? എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, 2 ദൂത് ഇവിടെ ഉണ്ട്. ഒന്ന്, രാജാതിരാജാവ് കൽപ്പന കൊടുക്കും ഈ ദിവസങ്ങളിൽ നിന്റെ വീട്ടിൽ വരേണ്ടത് വരാൻ. വന്നു കഴിഞ്ഞാൽ അടുത്ത 3 മാസം നിന്റെ ഗതികേട് മാറും. ഓ, മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. അനുഗ്രഹം നിശ്ചയമായി ഉണ്ടാവും. അനുഗ്രഹം നിശ്ചയമായി ഉണ്ടാവും.
സ്തോത്രം. ദാവീദ് രാജാവിൻ്റെ അടുക്കല് ഒരു ഭൃത്യൻ ചെന്ന് മുഖം കാണിച്ചു. രാജാവേ, തിരുമുമ്പിലൊരു കാര്യം ഉണർത്തിക്കാൻ വന്നതാ. രാജാവിൻ്റെ രാജ്യത്ത് നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? അറിഞ്ഞില്ല. നമ്മളൊരു പെട്ടകോ ഒരു വീട്ടിൽ വെച്ചല്ലോ. അവൻ്റെ കാര്യം വല്ലതും അറിഞ്ഞോ? ഇല്ല. രാജാവ് ചോദിച്ചു, അവൻ മരിച്ചുപോയോ? ഇല്ല. പിന്നോ? നിന്നെക്കാട്ടി സെറ്റപ്പിലായിപ്പോ അവൻ. ഇസ്രായേലിന്റെ രാജാവിനെക്കാട്ടിൽ പണ്ട് സ്തോത്രം ഇസഹാക്കിനെ ഗെരാർ രാജാവിൻ്റെ അടുക്ക ചെന്നപ്പം പുള്ളിക്ക് ചോദിച്ചു, സ്തോത്രം, ജോലി എന്തുവാന്ന് ചോദിച്ചു. ഇസഹാക്ക് പറഞ്ഞു, എനിക്കിവിടെ പാർക്കാൻ ഇച്ചിരി സ്ഥലം വേണം. അന്നേരം പറഞ്ഞു, സ്തോത്രം, ജോലി ചോദിച്ചപ്പോൾ പറഞ്ഞു കൃഷിയും മൃഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മലയെടുത്തോളാൻ പറഞ്ഞു. അരി ആ മല ചെന്നാൽ എതി പിടിക്കുകയല്ല. ചില അപ്പന്മാർ പിള്ളേർക്ക് മുടിയാൻ കൊടുക്കുന്ന, പക്ഷെ അവനെ അവിടെ ഇട്ട് ദൈവം അങ്ങ് അനുഗ്രഹിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. അങ്ങനെ അവൻ ആ മലയിൽ ചെന്നു. ആ മലയിലെ കാര്യമാണ് ബൈബിൾ എഴുതി. അവൻ വിതച്ച ആണ്ടിൽ 100 മേനി അവൻ വർദ്ധിച്ച് ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് അനുഗ്രഹിച്ചു. അവൻ ഇതെല്ലാം ഉണ്ടാകണം. എന്ത് ചെയ്യണം? യഹോവയെ അനുഗ്രഹിക്കണം. എന്ത് ചെയ്യണം? ദൈവം അനുഗ്രഹിക്കണം. യഹോവ അവനെ അനുഗ്രഹിച്ച് അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അവൻ ഒരിക്കൽ രാജാവ് അബീമേലെക്ക് ഭൃത്യന്മാരെ പറഞ്ഞു വിട്ടേച്ച് ചോദിച്ചു, ഒരു വല്യപ്പനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു, ചത്തോ ഉണ്ടോ എന്ന് പോയി തപ്പിയേച്ച് വരാൻ പറഞ്ഞു. അമ്മമാര് താഴെ നിന്ന് ചെന്നപ്പോഴേ ഒരു ഭയങ്കര ഒരു മല പച്ചിച്ച് നിൽക്കുക. അവിടെ ചെന്നപ്പം ആളോട് ചോദിച്ചു, ഇസഹാക്ക് എന്ന് പറഞ്ഞൊരു വല്യപ്പനെ അറിയാമോ? ഞങ്ങളുടെ ബോസാന്ന് പറഞ്ഞു. ഒന്ന് കാണണമായിരുന്നു, കാണണ അപ്പോയിൻമെന്റ് വേണമെന്ന് പറഞ്ഞു. കൊട്ടാരത്തിൽ നിന്നാന്ന് പറഞ്ഞു. പിന്നെ കൊണ്ടുചെന്നു. ഇപ്പൊ പറഞ്ഞു, രാജാവ് പറഞ്ഞു വിട്ടതാണ്, നീ ചത്തോ ഉണ്ടോ, ഉണ്ടെങ്കിൽ നിനക്ക് എന്തെല്ലാം ഉണ്ട് അതെല്ലാം എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ ഒരു കുഞ്ഞു ബുക്കും കൊണ്ടായി അന്നെ എഴുതി. 5 മിനിറ്റ് കൊണ്ട് ആ ബുക്ക് തീർന്നു. താഴെ കടയിൽ നിന്ന് 1 ഡസൻ ബുക്ക് വാങ്ങിച്ചു. മൊത്തം എഴുതി തീരുന്നില്ല. പിന്നെ 1 ഡസൻ, ഒരു 100-300 ബുക്കും തലേ വെച്ചോണ്ട് ഇവൻ തിരിച്ച് കൊട്ടാരത്തിൽ വന്ന് അണച്ച് നിൽക്കുക. രാജാവ് ചോദിച്ചു, എങ്ങനെയുണ്ട്? വേണ്ട എന്ന് പറഞ്ഞ എങ്ങനെയുണ്ട് നോക്ക. നീ പോയി കൈകൂപ്പി വെച്ച് വിട്ടുപോകാൻ പറയുന്നതല്ലേ. അവന്റെ മുമ്പിൽ നീ ഒന്നുമില്ല. എടാ, ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ നിന്റെ നിന്നയൊക്കെ അങ്ങ് മാറും. നീ പുസ്തകം പഠിക്ക്, നീ ദൈവത്തെ പഠിക്ക്. ഓ ഹല്ലേലൂയ. ഈ നട്ടുച്ചയ്ക്ക് 1 മണി എന്ന് പറഞ്ഞാൽ കൊടും ചൂട് സമയമാണ്. ഷീറ്റൊക്കെ പഴുത്ത് നിൽക്കുക. എനിക്ക് പെട്ടെന്ന് നിർത്തണമുണ്ട്, പക്ഷെ അതിനെക്കാട്ടി എൻ്റെ അകം പഴുത്ത് നിൽക്കുക ഇപ്പം. സ്തോത്രം. ഞാനെന്നെ എല്ലാവരും നേരത്തെ വിടാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ലെന്ന് പറഞ്ഞതാ. സ്തോത്രം. പക്ഷെ ഇന്ന് എന്തോ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് പറയുക, നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ സമയമായി. വീണ്ടും ഞാൻ പറയുക, നീ അനുഗ്രഹത്തിന് അടുക്കൽ തന്നെയാ. പതിവില്ലാത്തത് എന്തോ നിന്റെ വീട്ടിൽ നടക്കുന്നു. പതിവില്ലാത്തത് എന്തോ നിന്റെ ലൈഫിൽ നടക്കുന്നു. പതിവില്ലാത്തത് എന്തോ നിന്റെ ശുശ്രൂഷ നടക്കുന്നു. മുമ്പ് ഒരിക്കലും നടന്നിട്ടില്ലാത്തത് എന്തോ നിന്നിൽ നടക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. അപ്പം രാജാവ് വന്ന് കൈകൂപ്പി വെച്ച് പറയുക, നീ എന്നേക്കാൾ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോകാ എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ നീ കൈകൂപ്പി ആ സ്റ്റൈലൊക്കെ അങ്ങ് മാറും. പ്രാർത്ഥനയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ഉറപ്പിച്ചിട്ട് എഴുന്നേറ്റ് പോ നിശ്ചയമായും. ഇപ്പൊ ദാവീദിനോട് എന്ന് പറഞ്ഞു, നിന്നെക്കാട്ടി സെറ്റപ്പ് ആവനെന്ന് പറഞ്ഞു. ദാവീദ് അന്നേരം പറഞ്ഞു, ഇനിയും പെട്ടകം കൊണ്ടുവരണമല്ലോ. ദാവീദ് ഒരാളെ വിട്ടച്ച് ചോദിച്ചു, അപ്പച്ചനോട് ചോദിച്ചു, അമേരിക്കയിൽ നിന്ന് കാശ് വല്ലതും വന്നോ? അപ്പച്ചൻ പറഞ്ഞു, ഒന്നും വന്നില്ല. അല്ല പിന്നെ എങ്ങനാ ഇങ്ങനെ? അതറിയത്തില്ല. പെട്ടകം കയറിയ പിന്നെ ശ്വസിക്കുന്ന വായു തൊട്ട്
കുടിക്കുന്ന വെള്ളം തൊട്ട് കിടക്കുന്ന കട്ടിൽ വരെ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. മനസ്സിലായില്ലേ? സ്തോത്രം ചെയ്യാവൂ. എനിക്ക് പറയാം, ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചില വീട്ടിൽ നിന്ന് ഗതികേട് ഇങ്ങനെ ഇറങ്ങിപ്പോവും. ഞാനൊരു കാഴ്ച കാണുക. ഒരു കട്ടിലിൽ ഒരു ബെഡ്ഷീറ്റ് പിരിച്ചിട്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ആ ബെഡ്ഷീറ്റ് മടക്കി ചുരുട്ടി തൊറുത്തുകൂട്ടി അതൊരാൾ എടുത്തോണ്ട് പോകുന്ന പോലെ നിന്റെ പ്രശ്നത്തെ നിന്റെ വീട്ടിൽ നിന്ന് സ്തോത്രം. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്ത് ചോദിച്ചേ, നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെടുന്ന ഉറപ്പായോ എന്ന് ചോദിച്ചേ. ആയോ ദൂതിലോട്ട് വരിക. അപ്പൊ അനുഗ്രഹം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോൾ വേണേലും വരാം. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, അതോടെ വായിച്ചു പ്രാർത്ഥിക്കും. 147 സങ്കീർത്തനം 13-14 വാക്യം. ഇത് പ്രവചനമാണ്. അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ചു. നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കാമെന്നല്ല, അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഓ, ഗ്ലോറി ടു ഗോഡ്. നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു കേട്ടോ. അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു. സമാധാനം വരുത്തുന്നു. വിശേഷമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. ഇന്ന് വരെ നീ അനുഭവിക്കാത്ത വിശേഷമേറിയത് കൊണ്ട് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ മാത്രമല്ല നിന്റെ സന്തതിയെ കൂടെ, നിന്നെ മാത്രമല്ല നിന്റെ. എനിക്കറിയാം, ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് മനസ്സിൽ ഒറ്റ കാര്യം ഉറപ്പിച്ചിട്ട് നീ പൊക്കോ. ഉറപ്പിക്കേണ്ടത്, നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതിനൊരു നല്ല ആമീൻ പറയാമോ? നെഞ്ചത്ത് കൈവച്ച് പറ, നിശ്ചയമായും. ലൈവിൽ കാണുന്നവരും പറ, ടി വി കാണുന്നവർ, നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എനിക്കെന്തോ ഈ ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് ഗതികേടിൻ്റെ കഥ മൈൻഡിൽ നിന്ന് വിട്. ഗതികെട്ടവൻ്റെ കഥ മൈൻഡിൽ നിന്ന് വിട്. അതല്ല നിന്റെ കഥ പുതിയ കഥയാ. ആ കഥ ഇന്നിവിടെ തുടങ്ങാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ എന്നോട് പ്രവചിക്കാൻ ദൈവം പറയുന്നു. മനസ്സിൽ ഉറപ്പിച്ചോ, 2024 ഗതികെട്ട വർഷമല്ല, നിശ്ചയമായി അനുഗ്രഹിക്കപ്പെട്ട നിന്റെ അവസ്ഥ കണ്ട് പലരും അത്ഭുതപ്പെടും. ഞാൻ വാക്യമൊന്നും വായിക്കുന്നില്ലേലും സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോട് പറയുന്നൊരു കാര്യമാണ്, വായിക്കേണ്ട. നിന്നെ അനുഗ്രഹിച്ചിട്ട് നിന്റെ പേര് ഞാൻ വലുതാക്കും. അപ്പം അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ്, അനുഗ്രഹിക്കപ്പെട്ടു കഴിയുമ്പോൾ നിന്റെ പേരെന്ത് ചെയ്യും? വലുതാവും. നീ വലുതാക്കണ്ട, അതല്ലാതെ തന്നെ വലുതായിക്കോളും. 4 പേരറിയുന്ന നിന്നെ 400 പേർ അറിയാൻ തുടങ്ങും. 400 പേരറിയുന്ന നിന്നെ 4000 പേർ അറിയാൻ തുടങ്ങും. 4000 പേർ അറിയുന്ന നിന്നെ 40,000 പേർ അറിയാൻ തുടങ്ങും. 40,000 പേർ അറിയുന്ന നിന്നെ 4 ലക്ഷം പേർ അറിയാൻ തുടങ്ങും. 4 ലക്ഷം പേർ അറിയുന്ന നിന്നെ 4 കോടിയാണ്. അങ്ങനെ ദൈവം യോശുവയെ ജനത്തിൻ്റെ മുമ്പിൽ വലിയവനാക്കാൻ തുടങ്ങി. ബൈബിളിലെ വചനം ഭയങ്കരമാണ്. ഇന്ന് ദൂത് കഴിയുന്നതിന് ചിലരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെ വലിയവനാക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നിന്നെ വലിയതാക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. സ്തോത്രം. സദൃശവാക്യത്തിലെ വാക്യം കൂടെ പറഞ്ഞേക്കാം. ഇനി ഇത് പ്രസംഗിക്കാൻ സമയം എടുക്കുന്നില്ല. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അപ്പം അനുഗ്രഹം ഇറങ്ങിയാൽ എന്തുണ്ടാകും? ഒന്ന് പറഞ്ഞാട്ട്. അനുഗ്രഹം ഇറങ്ങിയാൽ എന്തുണ്ടാകും? ഹല്ലേലൂയ. എത്ര പേര് അതിന് ആമീൻ പറയും? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യം, യഹോവയുടെ അനുഗ്രഹത്താൽ നീ അനേകം ജാതികളെ ഭരിക്കും. യഹോവയുടെ അനുഗ്രഹത്താൽ ഭരണം മാറും. യഹോവയുടെ അനുഗ്രഹത്താൽ സാമ്പത്തിക നില മാറും. യഹോവയുടെ അനുഗ്രഹത്താൽ പേര് വലുതാകും. അങ്ങനെ എണ്ണി പറഞ്ഞാൽ 100 കാര്യം പറയാറുണ്ട്.
ഇനി ഒരു ദിവസം വെക്കുമ്പോൾ ഇത് മാത്രം പറയാം. ഇന്ന് ഈ മെസ്സേജ് അവസാനിക്കുന്ന സമയത്ത് ചിലരോട് പരിശുദ്ധാത്മാവ് തൊട്ട് പറയുക, എഴുതിയിട്ടോ, നീ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, അനുഗ്രഹത്തിൻ അധിപതിയെ. ഇന്നത് പാടുമോ? അന്നത് തന്നെ പാടും. ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ വേലയ്ക്ക് നമ്മൾ കൊടുക്കാൻ പോവാം. ഈ കൊടുക്കുന്ന കാര്യത്തിൽ പറഞ്ഞേക്കുന്നത് കാരണം അവനവൻ്റെ പ്രാപ്തി പോലെ, അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുക്കണമെന്നാണ്. ഇത് ടൈത്ത് കൊടുക്കുന്ന കവറാണ്. ദൈവം തരുന്ന നന്മയുടെ ടൈത്ത് ആരും കൊടുക്കാതിരിക്കരുത്. ഇത് TV മിനിസ്ട്രി സപ്പോർട്ട് ചെയ്യുന്ന കാർഡാണ്. ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല കൊടുക്കുക. ലൈവിൽ കാണുന്നവർക്ക് ഗൂഗിൾ പേ ചെയ്യാം, ചർച്ചിൻ്റെ അക്കൗണ്ട് നമ്പറിൽ കൊടുക്കാം. അത് വലത് കരത്തിൽ ഉയർത്തിപ്പിടിക്കാം. നിൻ്റെ വരുമാന മാർഗത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ഇന്ന് ഞാൻ തന്നെയാണ് നിൻ്റെ സാമ്പത്തിക നില അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് സ്പോൺസർ ചെയ്ത ആ കുടുംബത്തിനകത്തും വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പ്രാർത്ഥിക്കാം. കാമി വലത് കരത്തിൽ ഉയർത്തിപ്പിടിച്ച്, ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധി വരിക. ഞങ്ങൾക്ക് തന്ന നന്മയുടെ ഒരു ഭാഗം ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുക്കുക. ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മയും സമൃദ്ധിയും അനുഗ്രഹവും നിന്റെ മക്കൾക്ക് കൊടുക്കണം. ഞങ്ങളിന്ന് കേട്ടതുപോലെ യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകണം. ഞങ്ങളുടെ വീട്ടുപേര് ചോദിച്ച്, ഞങ്ങളുടെ വീട് ചോദിച്ച്, രാജാവിൻ്റെ കൽപ്പന പ്രകാരം ചില അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരണം കർത്താവേ. പ്രാർത്ഥിച്ച് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുക. വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് അതിനകത്ത് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം കർത്താവേ. ഇന്ന് പലതിനും തുടക്കമാകട്ടെ. ഇന്ന് ശുശ്രൂഷ സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭാവി ഉണ്ടാകണം. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും എറണാകുളം ജീസസ് വോയിസ് ചർച്ചിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ നടക്കുക. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന 2 മണി വരെയോളം നീണ്ടു നിൽക്കും. നിങ്ങൾ ആ പ്രാർത്ഥനയിൽ വന്നു ചേരണം. എറണാകുളം പാലാരിവട്ടം KR ബേക്കേഴ്സിൻ്റെ തൊട്ട് ബാക്കിൽ ജീസസ് വോയിസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്. എല്ലാ സാറ്റർഡേയും നിങ്ങളോട് ചേർന്ന് ശുശ്രൂഷിക്കാനും പ്രാർത്ഥിക്കാനും ഞാനും ഉണ്ട് എറണാകുളത്ത്. നമുക്കൊന്നിച്ച് കാണാം. നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ടോ യേശു ക്രിസ്തു ഉത്തരം തരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.